ജേർണലിസം ഒരു പ്രൊഫഷണൽ മേഖലയാക്കി മാറ്റാൻ എനിക്ക് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ജേർണലിസത്തിന് യഥാർത്ഥത്തിൽ കൊല്ലം കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ ജേർണലിസത്തിന് വലിയ പരിശീലനം നൽകുന്ന കളരികളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസം അവിടുത്തെ പ്രസിദ്ധീകരണങ്ങളിൽ അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്ത് ജേർണലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തിരുന്നത്. എൻ്റെ സുഹൃത്തായിരുന്ന ഈ റാഫിയുമായിട്ട് ചേർന്ന് ഞാൻ ജനയുഗത്തിൻ്റെ ഓഫീസ് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവായ കാമ്പശ്ശേരിയുടെ വീട്ടിൽ ഇതിൻ്റെ ഈ പഴയ പല പത്രങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പത്രാധിപരായിരുന്ന കാമ്പശ്ശേരി കരുണാകരനുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് കുറിപ്പുകൾ വായിച്ചിട്ട് ജോലിട്ട് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ വാ എന്ന് എന്നെ ഉപദേശിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തീകരിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ചില പ്രശ്നങ്ങളുടെ പേരിൽ ഡിഗ്രി പഠനം പൂർത്തീകരിക്കാതെ പിന്നീട് കുറേ നാളിന് ശേഷമാണ് എനിക്ക് ഡിഗ്രി പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അക്കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ മാധ്യമ പഠനത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് MJ മാസ്റ്റർ ഓഫ് ജേർണലിസം ആരംഭിക്കുന്നത്. ആദ്യം അവിടെ നടത്തിയിരുന്ന ഫസ്റ്റ് 2 ബാച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ബാച്ചിലാണ് ഞാൻ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്നാമത്തേതെന്ന് കൃത്യമായി പറഞ്ഞുകൂടാ, 4ാമത്തെ ബാച്ച് എന്ന് പറയാം. ഇടയ്ക്കൊരു BJ കോഴ്സ് എന്ന് പറയുന്നത് അവിടെ നടത്തിയിരുന്നു. അതിനുശേഷമുള്ള ബാച്ചിലാണ് MJ കോഴ്സിന് ഞാൻ അവിടെ ചേരുന്നത്. അന്ന് JV വിളനിലമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി. അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ കൊല്ലത്ത് നിന്ന് ഒരു ദിവസം ബസ് കയറി നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിറങ്ങി ആപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ എഴുതുന്നത്. അതിന് ഞാനൊരു എൻട്രൻസ് പരീക്ഷ അനൗൺസ് ചെയ്യും. യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ എഴുതണം. എൻട്രൻസിന് എന്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിന് നിയതമായ ചോദ്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് വന്ന് പരീക്ഷ എഴുതാം. ഞാൻ തിരികെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ പോയി ലൈബ്രറിയൻ എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ് തങ്കപ്പൻ അണ്ണൻ എന്ന് പറയും, തങ്കപ്പൻ മാമൻ. തങ്കപ്പൻ മാമൻ്റെ അടുത്ത് ആ വർഷത്തെ എല്ലാ പത്രങ്ങളും, ഞങ്ങളുടെ 4-5 പത്രങ്ങൾ അന്ന് ലൈബ്രറിയിൽ വരുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ്, മലയാള മനോരമ, കേരളമതി, മാതൃഭൂമി, ഈ 4 പത്രങ്ങളും എൻ്റെയും കഴിഞ്ഞ 3 മാസത്തെ പത്രങ്ങൾ വീട്ടിലെടുത്തുകൊണ്ട് പോയി ഓരോ ദിവസവും ഒരു 5-6 ദിവസത്തെ പത്രം വീതം വായിച്ച് തീർത്ത് അതിൻ്റെ കുറിപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് അക്കാലത്തെ ഒരു കോണ്ടംപററി ന്യൂസിൻ്റെ റൈറ്റിങ്, വിവിധ പത്രങ്ങളിൽ എഴുതുന്ന ശൈലിയും അത് ഇംഗ്ലീഷും മലയാളത്തിലും വാർത്തകൾ വരുമ്പോഴുള്ള വ്യത്യാസമൊക്കെ ഏകദേശം മനസ്സിലായി. പരീക്ഷ എൻട്രൻസിൻ്റെ സമയമായി 1 മാസം കഴിഞ്ഞപ്പോൾ എൻട്രൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് സ്വയം ഒരു കോൺഫിഡൻസ് തോന്നി. എനിക്ക് എൻട്രൻസ് എഴുതാൻ കഴിയുമെന്നൊരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായി. പരീക്ഷ എഴുതി. അന്ന് രഞ്ജി പണിക്കർ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക്, അന്ന് രഞ്ജി പണിക്കറൊന്നും വലിയ സെലിബ്രിറ്റി ആയിരുന്നില്ല അങ്ങനെ. പക്ഷേ അന്നത്തെ പ്രധാനപ്പെട്ടൊരു പത്രപ്രവർത്തകൻ KM തമ്പി, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു. KM തമ്പിയും ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഗോപാലകൃഷ്ണനും, ഞങ്ങൾ അന്ന് മാതൃഭൂമിയിലെ ലേഖകനായിരുന്ന ജ്യോതിർഘോഷും ഒക്കെ അന്ന് ഈ പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ എനിക്ക് ഏതാണ്ട് 8ാമത് റാങ്കിൽ, ഞങ്ങൾ 400 പേര് എഴുതിയത് 8ാമത് റാങ്കിൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ ഈ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടി. അന്ന് അഡ്മിഷൻ കിട്ടിയ സമയത്ത് നമ്മുടെ ആൻസർ പേപ്പർ എടുത്ത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് വിജയകുമാർ സാറും വിളനന്ദൻ സാറും പിന്നെ വേറെ 1-2 അധ്യാപകരും ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിൽ. അവർ നമ്മളെഴുതിയ ആൻസറൊക്കെ എഴുതിയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിളനന്ദൻ സാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം ഒരു ദരിദ്ര കർഷക കുടുംബമാണ്.
എനിക്ക് വലിയ പിന്നെ മാധ്യമ രംഗത്തൊന്നും ഞങ്ങൾക്ക് പഠിക്കുന്ന ആരുമില്ല. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കും ഇവിടുന്ന് പിടിച്ചിട്ട്? ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ മത്സര പരീക്ഷ എഴുതിയോ ഒക്കെ ഏതെങ്കിലും മാധ്യമത്തിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 2 വർഷത്തെ മാധ്യമ പഠനം അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 6 മാസം ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യണം. അങ്ങനെ മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ കേരളമോദിയെ അപ്രോച്ച് ചെയ്തപ്പോഴത്തെ അവിടെ 2-3 എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന 2-3 പേരെ അവരെടുത്തു പോയി. മാതൃഭൂമിയിലും പിന്നെ പ്രധാനപ്പെട്ട പത്രത്തിലൊക്കെ ആളുകളായി 2-3 പേർക്കൊക്കെ അവിടെ സ്ഥാനമുള്ളൂ. ഇനി അവിടെ പിന്നെ ഒഴിവില്ലെന്ന് 3-4 പത്രങ്ങൾ. അപ്പോഴാണ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന രാജഗോപാൽ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി അവിടെ അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസികളുടെ ഇടയ്ക്ക് ഒരു NGO ആയിട്ട് വർക്ക് ചെയ്യും. നേച്ചർ എന്ന് പറഞ്ഞൊരു NGO ആണ് അദ്ദേഹത്തിൻ്റെ. അതിൽ അദ്ദേഹത്തിന് ഒരു ആളിനെ വേണം, ഒരു സോഷ്യോ എക്കണോമിക് സർവേ നടത്താൻ ഒരാളിനെ വേണം. ജോർജ് കുട്ടി ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് അതിൻ്റെ പരിപാടി? അത് അവരെ പോയി ആദിവാസികളെ കണ്ടവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡാറ്റ ശേഖരിച്ചുകൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് അടുത്ത ഫണ്ടിന് വേണ്ടി ഈ റിപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് അയക്കണം. അതാണ് പ്രധാനപ്പെട്ട ഇത്. അങ്ങനെ ഞാൻ രാജഗോപാലിൻ്റെ കൂടെ അട്ടപ്പാടിയിൽ പോകും. അട്ടപ്പാടി പോയി അന്നവിടെ ഏതാണ്ട് 130 ഊരുകളും ഒരു 14 ഊരുകളായിട്ട് ഒരു 140 ഊരുകളുണ്ടെന്ന് അട്ടപ്പാടിയിൽ. ഊരുകളെന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ, ആദിവാസികളിൽ പ്രധാനമായിട്ടും ഇരുളരാണ് അവിടുത്തെ ആ ഭാഗം. ആ ഇരുളരുടെ ഇടയ്ക്ക് ഒരു സർവേ നടത്തുക എന്നുള്ളത്. എന്നാൽ അതിനു മുമ്പ് എനിക്ക് സർവേയിൽ ഈ ജേർണലിസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് 1984 പ്രണോയ് റോയി തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്നതിന് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവരുടെ CSDS നടത്തിയ കേരളത്തിലെ സർവേയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ചിറയൻകീഴ് മണ്ഡലങ്ങൾ, അന്ന് ചിറയൻകീഴ് മണ്ഡലമാണുള്ളത്, മണ്ഡലങ്ങളുടെ സർവേ ചുമതല എനിക്കായിരുന്നു. ഏതാണ്ട് 2 ആഴ്ച നീണ്ടു കിടന്ന സർവേയിൽ ഞാനന്ന് ഏതാണ്ട് 500 പേരെ വീതം നേരിട്ട് പോയി കണ്ട് വിവരശേഖരം നടത്തി അയച്ചിരുന്നു. അന്ന് ആ സർവേ റിപ്പോർട്ട് CSDS ഇന്ത്യ ടുഡേയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്ത് ഏതാണ്ട് അതിൻ്റെ ആൾ ഇന്ത്യ ബേസിസിൽ 536 സീറ്റുകളാണ് അന്ന് ലോക്സഭയിലുണ്ടായിരുന്നത്. തന്നെ എൻ്റെ ഓർമ്മ. അതിലേതാണ്ട് പിണറായിയുടെ പ്രവചനം അനുസരിച്ചിട്ട് ഏതാണ്ട് 95% കറക്റ്റായിട്ട് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതിനുശേഷം രണ്ടാമതൊരു സർവേയും ഞാൻ പിണറായിക്ക് വേണ്ടി CSDSന് വേണ്ടി ചെയ്തു. അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള ഒരു സർവേ ആയിരുന്നു. അതും വളരെ ഭംഗിയായിട്ട്, അത് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ 2 സർവേയിലും ഞാൻ പങ്കെടുക്കുകയും കേരളത്തിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടും വളരെ കൃത്യമായിട്ട്. രണ്ടാമത്തത് നടത്തിയ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അടൂരും 2 പിന്നെ പാലക്കാടുമായിരുന്നു. 2 ആലത്തൂരിൻ്റെ ഇപ്പോഴത്തെ മുമ്പുള്ളൊരു മണ്ഡലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായിരുന്നു. ആ 2 മണ്ഡലങ്ങളായിരുന്നു അന്നത്തെ സർവേക്ക് ഉപയോഗിച്ചിരുന്നത്. അതും പൂർണ്ണമായിട്ടും ശരിയായിരുന്നു. ഇവിടുന്ന് അയച്ച റിപ്പോർട്ട് വളരെ കൃത്യമായ ഒരു രീതിയിൽ പ്രവചനം ശരിയായി എന്നുള്ളത് എനിക്ക് അഭിനന്ദനത്തോടു കൂടി CSDSൻ്റെ കത്ത് വന്ന് കിട്ടിയിരുന്നു. ഈ 2 എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് അർത്ഥത്തിൽ അട്ടപ്പാടിയിൽ ആദിവാസികളിടയ്ക്ക് നേച്ചറിൽ ചേരുന്നത്. നേച്ചറിൽ വളരെ രസകരമായിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം ഞാൻ നേച്ചറിൽ ഈ ഫീൽഡ് സർവേയിൽ ഓരോ ദിവസവും രാവിലെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഒരു നോട്ട് ബുക്ക് വന്നത് ഒരു പഴയ ഒരു ക്യാമറ രാജഗോപാലിൻ്റെ ഉണ്ടായിരുന്നു. ആ ക്യാമറ എടുത്തുകൊണ്ട് ആദിവാസി ഊരുകളിലെല്ലാം ഇങ്ങനെ കറങ്ങി കിടക്കുക. മിക്കവാറും എല്ലാം ഒരു 3 മണി വരെ പല വീടുകളിലും കയറി ഇറങ്ങി നോട്ട് ബുക്കിലാണ് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നത്. എടുത്ത് ഒരു 5 മണിയാകുമ്പോഴേക്ക് തിരികെ വരും. തിരികെ വരുന്ന രാത്രി ഇരുന്ന് ഈ നോട്ടുകളെല്ലാം വീണ്ടും പകർത്തി എഴുതി അതിനെ റിപ്പോർട്ടാക്കി വയ്ക്കും. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് ഏകദേശം
ഒരു 100 ഊരുകൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ശേഷം ഞാനതിന് ശേഷം ഈ സർവേ തീർന്നുകൊണ്ട് ഞാനിങ്ങനെ നാട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഞാൻ അയച്ചു കൊടുത്തല്ല കൊടുത്തു. ആ സമയത്ത് എനിക്ക് ശേഷം എൻ്റെ തന്നെ സഹപാഠിയായിരുന്ന അജോയ് ഇതിൻ്റെ ബാക്കി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അജോയ് ജോയിൻ ചെയ്തു. പക്ഷേ അജോയ്ക്കും അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രധാനപ്പെട്ട ഈ പിന്നെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഊരുകളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ കവർ ചെയ്തിരുന്നു. പിന്നീടുള്ള വളരെ ദുഷ്കരമായി വലിയ യാത്ര ചെയ്ത് വനങ്ങളിൽ പോകേണ്ടുന്ന ഊരുകളാണ്. അവിടെയൊന്നും അജോയ്ക്കും പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അന്ന് എനിക്ക് ഒരു ചെറിയ അസുഖബാധിതനായതുകൊണ്ടാണ് തിരികെ വന്നത്. അതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് എൻ്റെ ഒരു പഠനകാലത്തുള്ള പ്രധാനപ്പെട്ട അനുഭവങ്ങൾ. അതിനുശേഷം ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം IMGയിൽ നമ്മുടെ MA ഉമ്മൻ സാറും പിന്നെ ചിദംബരം അയ്യരും ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഒരു വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി കേരളത്തിൽ മുഴുവൻ സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാം, സാമൂഹ്യ വനവൽക്കരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാമൂഹ്യ വനവൽക്കരണ പരിപാടിയുടെ ഒരു വിലയിരുത്തൽ നടത്തുന്നതിൻ്റെ ചുമതല MA ഉമ്മൻ സാറിനാണ്. അന്നേരം ഉമ്മൻ സാറിൻ്റെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഞാനും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു 10 കുട്ടികളും കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ജോയിൻ ചെയ്തതിൽ ജേർണലിസം ബാക്ക്ഗ്രൗണ്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എല്ലാവരും എക്കണോമിസ്റ്റുകളാണ്. അന്നേരം ആദ്യം സാറിൻ്റെ ഒരു 2 ആഴ്ചത്തെ ക്ലാസ്സിന് ശേഷം അതിൻ്റെ ചോദ്യാവലിയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തു. അതിനുശേഷം ഞങ്ങളെ എല്ലാവരെയും ഓരോ ജില്ലകളിലും എനിക്ക് കിട്ടിയത് ഒന്ന് ഇപ്പോഴും ദുരന്തം നടന്നിട്ടുള്ള വയനാട് ജില്ലയാണ് എനിക്ക് സർവേക്ക് അനുവദിച്ച് കിട്ടിയത്. വയനാടും മലപ്പുറവും ഞാൻ ആ കാലഘട്ടത്തിൽ സർവേ ചെയ്തു. വയനാട്ടിലെ മിക്കവാറും എല്ലാ ഈ സാമൂഹ്യ വനവൽക്കരണ പദ്ധതി നടത്തിയിട്ടുള്ള മേഖലകളിലെല്ലാം കടന്നു ചെല്ലുകയും അവരുടെ ഈ സർവേ നടത്തുകയും ചെയ്തു. അതിൻ്റെ അന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു വനവൽക്കരണത്തിൻ്റെ വന്നിട്ടുള്ള ഒരു പോരായ്മ എനിക്ക് മനസ്സിലായത്, നാച്ചുറൽ ഫോറസ്റ്റ് ആയിരുന്ന വയനാട്ടിലും മലപ്പുറത്തും ഈ സർക്കാർ വിതരണം ചെയ്ത വൃക്ഷത്തൈകളെന്ന് പറയുന്നത് അക്കേഷ്യ, കാഷ്വറീന, കാറ്റാടി ഇങ്ങനെയുള്ള ചില മരങ്ങളാണ്. പിന്നെ യൂക്കാലിപ്സ് ഇങ്ങനെയുള്ള മരങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം വിതരണം ചെയ്തത്. പിന്നെ അതിൻ്റെ കണക്ക് കൃത്യമായി എടുക്കണമെന്ന് ഉമ്മൻ സാറ് നിർദ്ദേശം തന്നിരുന്നു. ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കിടുമ്പോൾ അവിടെ വിതരണം ചെയ്തേക്കുന്ന തൈകളിൽ ഒരെണ്ണം പോലും നമ്മുടെ നാട്ടിലെ ഒരു ചെടികൾ പോലും വിതരണം ചെയ്തിട്ടില്ല. ഒരു മാവോ അല്ലെങ്കിൽ ഒരു പ്ലാവോ അല്ലെങ്കിൽ ഒരു തെങ്ങോ ഒന്നും തന്നെ ഒരു നാട്ടിലുള്ള ഒരു മരങ്ങളും ഇല്ല. എല്ലാം നമുക്ക് അപരിതമായ പല തരത്തിലുള്ള ചെടികളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് അവിടെ വയനാട്ടിൽ ഞാൻ സർവേ നടന്നതുകൊണ്ട് 80% വിതരണം ചെയ്തിട്ടുള്ള തൈകളും അന്നത്തെ കാലത്ത്, അതായത് ഇന്നത്തേക്ക് ഒരു 35 വർഷത്തിന് മുമ്പ് നടത്തിയ സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പോലും ഈ വിതരണം ചെയ്തിട്ടുള്ള തൈകൾ കൂടുതലും ഒന്നുകിൽ യൂക്കാലിപ്സ് അല്ലെങ്കിൽ പിന്നെ കാറ്റാടി, അതല്ലെന്നുണ്ടെങ്കിൽ ഈ മാഞ്ചിയം, പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ തന്നെ ഒരു പിന്നെ കണിക്കൊന്നയുടെ വേറൊരു വന്യരൂപമുണ്ട്, അതിൻ്റെ അങ്ങനെയുള്ള കണിക്കൊന്ന തൈകൾ, ഇങ്ങനെയുള്ള തൈകളാണ് വിതരണം ചെയ്യുന്നത്. അന്നേരം ഉമ്മൻ സാറിൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാര്യം ഇത്തരത്തിലുള്ള തൈകൾ ഒരു പരിധി വരെ നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റിനെ കടന്നാക്രമിക്കുകയും അതിൻ്റെ പിന്നെ വംശം തന്നെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, തോട്ടംവിളയേക്കാളും വളരെയധികം ഈ നശീകരണത്തിന് ഏറ്റവും ഉപാധിയാവാനുള്ള കാരണമാവാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി ചിലപ്പോൾ നമ്മുടെ ഈ സാമൂഹികവൽക്കരണം ആവുമെന്ന് അന്ന് തന്നെ ഉമ്മൻ സാറിൻ്റെ റിപ്പോർട്ടിൽ വാണിംഗ് കൊടുത്തിരുന്നു. ഞങ്ങളെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ ഞങ്ങൾ ഉമ്മൻ സാറിൻ്റെ കൂടെ ആ പ്രോജക്റ്റിലുണ്ടായിരുന്നു. ഡാറ്റ കളക്ഷൻ, ചോദ്യാവലി തയ്യാറാക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഈ പിൽക്കാലത്തുള്ള
ജേർണലിസത്തിൽ എന്തുകൊണ്ടാണ് ഈ പകർത്തിയെഴുത്ത് നമ്മൾ പിന്നെ ഞാൻ പത്രപ്രവർത്തനം നടന്നത് കലാമുദിയിൽ കുറേ നാൾ ജോലി ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ മാധ്യമത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ സദ്വാർത്ത എന്ന് പറഞ്ഞൊരു പത്രത്തിൽ വർക്ക് ചെയ്തു. ഈ പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലപ്പോഴും ഈ വാർത്തകൾ നമ്മുടെ നഗരജന്യമായ അല്ലെങ്കിൽ ഗ്രാമീണമായ വാർത്തകൾ പോലും പത്രപ്രവർത്തകർ പരസ്പരം ചർച്ച ചെയ്ത് പകർത്തി എഴുതി ഒരാൾ എഴുതിയതിൻ്റെ തൻ്റെ എഴുത്തിൻ്റെ മാറ്റി എഴുതുന്നതിൻ്റെ ശൈലി വ്യത്യാസമോ ചിലതിനെ തിരുത്തി എഴുതുന്നത് ഒഴികെ ഇതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം ഏതാണ്ട് മിക്കവാറും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വാർത്തയിലെ ഒരു അപാകത എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്ന് ഞങ്ങൾ നേരിട്ട് എനിക്ക് മനസ്സിലായത് നമ്മുടെ വാർത്തകളുടെ ഉറവിടം മിക്കപ്പോഴും ഈ പ്രകൃതിയും വനവും അല്ലെങ്കിൽ നാട്ടുമ്പുറവും എന്നുള്ളതിനപ്പുറം ജനങ്ങളാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട ഉറവിടമെന്ന് എനിക്ക് മനസ്സിലാവുകയും ജനങ്ങളുടെ നേരിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ റിപ്പോർട്ടിംഗ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയും ഞാൻ അതിന് ശേഷം ഈ 85 ഞാൻ ജേർണലിസം പഠനം പൂർത്തിയാക്കി. 86 ഈ അട്ടപ്പാടിയിൽ പിന്നെ ആദിവാസികളുടെ ഇടയിലുള്ള സർവേയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 86 തന്നെയാണ് സാമൂഹികവൽക്കരണ പരിപാടിയുടെ സർവേയായിട്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് ജോയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. 1987 ഞാൻ ഈ IMGയിൽ വരാൻ, IMGയിലാണ് പിന്നെ ഉമ്മൻ സാറിൻ്റെ ഓഫീസ്. ഈ ഉമ്മൻ സാറിനെ കാണാനായിട്ട് ഞാൻ കൊല്ലത്തു നിന്ന് സ്ഥിരമായി ട്രെയിനിലാണ് പോയിക്കൊണ്ടുവരുന്നത്. അന്നേരം വരാൻ വേണ്ടി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ തലേന്ന് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും വീക്കിലി വാങ്ങി വായിച്ചുകൊണ്ട് വരും. അങ്ങനെ ട്രെയിനിൽ അന്നത്തെ ഇറങ്ങിയ ഇന്ത്യ ടുഡേ വായിച്ചപ്പോഴാണ് ആ സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഞാൻ പങ്കെടുക്കാത്ത സർവേയാണ്. 87 പ്രണവയുടെ ഒരു ഇലക്ഷൻ സർവേ, വളരെ ഡീറ്റെയിൽഡായിട്ടൊരു സർവേ കൊടുത്തിരുന്നു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ മെതോളജി വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ വിവരിച്ചുകൊണ്ട് പ്രണവയുടെ തന്നെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ ആർട്ടിക്കിൾ വളരെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയപ്പോഴും നമ്മൾ ചെയ്യേണ്ടുന്നതിൻ്റെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് മറ്റുള്ള സർവേകളും ഇദ്ദേഹം നടത്തിയിട്ടുള്ള സർവേയും തമ്മിലുള്ള വ്യത്യാസം പുള്ളി വളരെ കൃത്യമായിട്ട് അത് നിർവചിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇവിടെ നേരെ IMGയിൽ വരുന്നതിന് പകരം ഞാൻ പേട്ടയിൽ ട്രെയിൻ ഇറങ്ങി നടന്ന് കേരളാമുദിയുടെ ഓഫീസിലേക്ക് പോയി. കേരളാമുദിയുടെ പിൻഭാഗത്ത് തന്നെയാണ് കലാമുദിയുടെ ഓഫീസ്. കലാമുദിയുടെ ഓഫീസിൽ ചെന്ന് ആദ്യമായിട്ടാണ് ഞാൻ ജയചന്ദ്ര സാറിനെ കാണുന്നത്. ജയചന്ദ്ര സാറിനെ കാണാനായിട്ട് അവിടെ അനുവാദം ചോദിച്ചു. സാറിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ സാർ അവിടെ ഇങ്ങനെ ശുഭ്രവസ്ത്രധാരിയായിട്ട് ഇങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പേര് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ വന്ന കാര്യമൊക്കെ പറഞ്ഞു. സാർ നമുക്കിങ്ങനൊരു സർവേ നടത്തിയാൽ എന്താണ്, തിരഞ്ഞെടുപ്പ് വരുമല്ലേ, 87 തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. സാർ അത് ചെയ്യുന്നതിൻ്റെ ഒരു മെതോളജി ഇവിടെ പിണോറോയി ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യ ടുഡേയിൽ ഈ ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചു നോക്കി. വളരെ സയൻറ്റിഫിക്കാണ് അത്. എനിക്ക് അദ്ദേഹമായിട്ട് നേരത്തെ തന്നെ ഒരു പരിചയമുണ്ട്. നമുക്കൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചാൽ സാർ ഒരു കാര്യം ചോദിച്ചു, ഒരു കത്തെഴുതാം എന്ന് പറഞ്ഞത് സാറിൻ്റെ ഒരു പിന്നെ കയ്യിൽ നിന്ന് തന്നെ ഒരു പേപ്പറിൻ്റെ തന്നു. ഞാൻ അപ്പോഴും തന്നെ ഒരു കത്ത് പോലെ എഴുതി ഇങ്ങനെ, സാർ എനിക്കിങ്ങനെ ഒരു സർവേ നടത്തുന്നതിന് താല്പര്യമുണ്ട്, ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് സാറ് വായിച്ചു നോക്കിയിട്ട് അത് തന്നെ ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രപ്പോസൽ ഫ്രം ജേർണലിസം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അന്ന് മണിസാറിനാണ് പിന്നെ ഈ കലാമുദിയുടെയും ചുമതലയുള്ളത്. അത് മണിസാറിൻ്റെ കയ്യിൽ കൊടുത്ത് അപ്പോഴും തന്നെ അപ്രൂവൽ മേടിച്ചു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ ക്വസ്റ്റ്യനെല്ലാം തയ്യാറാക്കിക്കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ നേരെ IMGയിലേക്ക് പോയി. ഞാനും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പിള്ളേരും കൊണ്ടുവന്നിട്ട് ചോദ്യാവലി ഒരു 10-20 ചോദ്യങ്ങളൊക്കെ എഴുതി അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ തയ്യാറാക്കി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ നേരെ കലാമുദി കൊണ്ട് കൊടുത്തു. സാർ അതിനകത്ത് ചില തിരുത്തലൊക്കെ വരുത്തി. ഞാൻ അവിടുന്ന് IMGയിൽ നിന്ന് 5 മണിക്ക് ട്രെയിനിൽ പോകാനായിട്ട് പേട്ട ഒന്ന് കയറാമെന്ന് കരുതി. പേട്ടയിൽ വന്നപ്പോഴേക്കും അവിടെ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു 25,000 രൂപയും ഒരു കെട്ട് ചോദ്യാവലിയും അച്ചടിച്ച്
പിന്നെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരാളുടെ കയ്യിൽ കൊടുത്ത് വിടുകയാണ്. ജോലി കാര്യം ചെയ്യും, നാളെ തന്നെ വർക്ക് തുടങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഈ ക്വസ്റ്റ്യനും കൂടെ നേരെ ഇതുമായിട്ട് അങ്ങ് കൊല്ലത്ത് പോകും. കൊല്ലത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നൊരു രാത്രി ഇരുന്ന് പ്ലാൻ ചെയ്തു അന്നേരം എൻ്റെ കൂടെ ഈ പിന്നെ സർവേക്ക് പങ്കെടുക്കാനായിട്ടൊരു 10 പേര് തയ്യാറായി അവിടെ IMGയിൽ തന്നെ ഇരിപ്പുണ്ട്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും കാര്യമായിട്ടില്ല. ഞാൻ അവരുടെ 2 പേരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനവിടെ അടുത്ത ബൂത്തിൽ പോയി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നാളെ രാവിലെ ഞാൻ വരും, നമുക്ക് സർവേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ 10 പേര്, എൻ്റെ നാട്ടിൽ തന്നെയുള്ള 2 ചെറുപ്പക്കാരെയും കൂടെ ഞങ്ങൾ 12 പേര് നേരെ തിരുവനന്തപുരത്ത് വന്ന് രാവിലെ തന്നെ 12 പേരെയും 12 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ സർവേക്ക് പറഞ്ഞു വിട്ട് ഈ കിട്ടിയ പൈസ പിള്ളേർക്ക് ഞങ്ങളെല്ലാവരും വീതിച്ചെടുത്ത് ആദ്യത്തെ സർവേ ഒരാഴ്ച കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഞങ്ങൾ കാര്യവട്ടത്തെ ഒരു ഹോസ്റ്റൽ മുറിയിൽ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മുറിയിൽ കുത്തിയിരുന്ന് ഇതെല്ലാം കൂടി ഇരുന്ന് ഗ്രാഫും ഇതൊക്കെ വരച്ചുണ്ടാക്കി കൊണ്ടുവന്ന് ജയൻ സാറിൻ്റെ അടുത്തൊരു ഏകദേശം റിപ്പോർട്ടൊക്കെ തയ്യാറായി കൊണ്ട് കൊടുത്ത് സാറിൻ്റെ ആ ഒരു രീതിയിൽ അതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ കലാമതിയിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ട് 1987 വരുന്നു. 87 വരുമ്പോൾ അന്ന് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിദഗ്ധർ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റൈറ്റിങ്ങിലെ പ്രധാനപ്പെട്ട 2 ജേർണലിസ്റ്റുകൾ മനോരമയിലെ TM ചുമ്മാറും മാതൃഭൂമിയിലെ P രാജനുമാണ്. ഇവർ 2 പേരുടെയും മുഖ്യ വാർത്ത മനോരമയിലും മാതൃഭൂമിയിലും 2 ദിവസമായിട്ട് തിരഞ്ഞെടുപ്പ് വിശകലനം വന്നിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ച് വന്ന് അവസാനം ഇതിൻ്റെ കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്. UDF കേരളത്തിൽ ഏതാണ്ട് 90 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ്, 90 ഭൂരിപക്ഷം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് P രാജൻ്റെ റിപ്പോർട്ട്. TM ചുമ്മാറിൻ്റെ റിപ്പോർട്ടും വളരെ വ്യത്യസ്തമല്ല, ഏതാണ്ട് ഇതേനെ സമാനമായ റിപ്പോർട്ട്. അതിനടുത്ത ദിവസമാണ് കലാകൗമുദിയിൽ നമ്മുടെ ഈ അന്ന് എൻ്റെ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എഡിപ്രസ് ഇല്ല, പാസ്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുള്ളത്, പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് ഞങ്ങളൊരു സാംസ്കാരിക സംഘടന നടത്തുന്നുണ്ട്. അങ്ങനെ പാസ്കിൻ്റെ പേരിലാണ് ഈ സർവേ അച്ചടിച്ച് വെക്കുന്നത്. അച്ചടിച്ച് വന്നതിൽ അന്ന് ഞങ്ങൾ എഴുതിയത് 90 സീറ്റെന്നാണ് LDF എഴുതിയതെങ്കിലും അന്നേരം പിന്നെ ജയൻ സാർ പറഞ്ഞു, ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട്, ഒരു 5 സീറ്റ് കുറച്ച്, ചിലപ്പോൾ അത്രയും കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് സാർ ഒരു 5 സീറ്റ് കുറച്ചു. പക്ഷേ കൃത്യം സാറിൻ്റെ കാണാൻ കുറേ കൂടെ കറക്റ്റായെന്ന് തോന്നി. എന്നിട്ട് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മളിതിൽ ചെറിയൊരു കറക്ഷൻ വരുത്താമെന്ന് പറഞ്ഞിട്ട് സാറ് എന്നെ കറക്റ്റ് ചെയ്തത് കൊടുത്തു. ഞാൻ വരച്ചു കൊടുത്ത ഗ്രാഫൊക്കെ നമ്മുടെ ഭട്ടതിരി കുറേ കൂടെ ആർട്ടിസ്റ്റിക്കായിട്ട് ആ ഗ്രാഫൊക്കെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി. പിന്നെ ഈ സിങ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ 2 ആശയങ്ങളെയും ഈ പിന്നെ നമ്മുടെ ബ്യൂററ്റും പിപ്പറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങനെ ഒരു കുറേ കൂടെ സയൻസിൻ്റെ പിന്നെ മാതൃകയിൽ, സയൻസ് ഉപകരണങ്ങളുടെ മാതൃകയിൽ അതിനെയൊക്കെ വരച്ച് വെച്ച് അതിനെ നല്ല ഭംഗിയായിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്നതിനും അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെ കേരളം എങ്ങോട്ട് തിരിയും എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ചെയർ ഇങ്ങനെ ഒരു അല്പം തിരിയുന്ന ഒരു ചെയറും കൂടെ കാണിച്ചുകൊണ്ട് ഒരു ചുവപ്പ് കളറിൽ കലാമതി അന്ന് അത് വലിയ ഗംഭീരമായിട്ട് അച്ചടിച്ച് കവർ പേജ് ഏതാണ്ട് 10-20 പേജും അതുണ്ട്. ഈ സർവേയിൽ എൻ്റെ പ്രവർത്തനമായിട്ട് വന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മുടെ ഒരു ഹൈക്കോടതിയിലെ ഒരു ഉന്നതനായ ഒരു ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഞാനുമായിരുന്ന സർവേയിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ. ഞങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ അതിനകത്ത് അച്ചടിച്ച് വന്നിരുന്ന ആ ദിവസം ഈ സർവേയുടെ സമ്മറി, അതിൻ്റെ അതിൻ്റെ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ആ കലാമതി ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെ കേരളമതിയും പബ്ലിഷ് ചെയ്തു. കേരളമതി പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട 3 പത്രങ്ങൾ മനോരമ, മാതൃഭൂമി, കേരളമതി. മനോരമയും മാതൃഭൂമിയും ഏതാണ്ട് UDF വൻ വിജയം പ്രവചിക്കുമ്പം കേരളമതി മാത്രം വ്യത്യസ്തമായിട്ട് LDF വിജയം പ്രവചിക്കുകയാണ്. ആ ദിവസം ഞാൻ സർവേ കഴിഞ്ഞ് നേരെ IMGയിൽ പോയി
റിപ്പോർട്ട് കൊടുത്തു. ഇത് അച്ചടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊല്ലത്ത് പോയി വീട്ടിലിങ്ങനെ ഇരുന്നപ്പം ഇലക്ഷൻ്റെ ദിവസം ഞാനിതുപോലെ ഇലക്ഷൻ്റെ തലേ ദിവസം വീണ്ടും മലപ്പുറത്ത് പോകണമായിരുന്നു. മലപ്പുറത്ത് ഈ കുറച്ച് ഡേറ്റ അവിടെ ഒരു ഓഫീസിൽ വെച്ചിട്ടാണ് പോരുന്നത്. ഈ പിന്നെ ഇലക്ഷൻ്റെ ഡേറ്റ അല്ല, IMGയുടെ കുറേ ഡേറ്റ അവിടെ വെച്ചിട്ടാണ്. അതെടുക്കാനായിട്ട് പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും സമയം വൈകി തെരഞ്ഞെടുപ്പിൻ്റെ അതുകൊണ്ട് ടൈം തീരാറായപ്പോഴാണ് ഞാൻ വോട്ടിടാൻ ചെല്ലുന്നത്. 5 മണിക്ക് 5 മിനിറ്റ് കണ്ടുള്ളപ്പോഴോ ഉടനെ ഒരു താമസിച്ച് വന്നവരൊന്നും വോട്ടിടാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടിംഗ് ഓഫീസർ കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ നമുക്ക് അയാളുടെ ഒരു പ്രത്യേകാധികാരം ഉപയോഗിച്ചിട്ട് വോട്ടിടാനും പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നവന്മാരെല്ലാം കൂടെ അവിടെ വന്ന സുഹൃത്തുക്കളെല്ലാം കൂടെ അവിടെ നിന്ന് വലിയ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പോലീസ് അവന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറോ പിന്നെ DYSP ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വലിയ ബഹളം ഉണ്ടായ ഒരു ദിവസമാണ് തെരഞ്ഞെടുപ്പ് ദിവസം. ഈ അന്നത്തെ KSYF DYFI അല്ലെന്ന് തോന്നുന്നു, DYFI ആണോ KSYF ആണോ അല്ല DYFI തന്നെ, DYFIക്ക് ശേഷം DYFIക്കാരും അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിൽ അവിടെ വലിയ ഏറ്റുമുട്ടൽ നടന്നു. അപ്പം പോലീസും യൂത്ത് കോൺഗ്രസ്സുകാരും ചേർന്ന് DYFIക്കാരെ ഓടിച്ചിട്ട് പോലീസ് അടിക്കുന്നു, ഒപ്പം ഇവന്മാരും ആവുന്നു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചത് പോലീസിനെ ചോദ്യം ചെയ്തു, ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, 2 കൂട്ടരെയും പിരിച്ചുവിടുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു നീ ആരാടാ ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടുത്ത് തട്ടി കയറിയും എന്നെ അവർ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അന്നത്തെ ദിവസം അവിടെ പോലീസ് ലോക്കപ്പിൽ നിർത്തി. ഇന്ന് വീട്ടിൽ നിന്ന് ഒരാരും വിടേണ്ടത്. അങ്ങനെ എൻ്റെ പിതാവ് ഇതറിഞ്ഞ് നേരെ സ്റ്റേഷനിൽ നിന്ന് അവനെ വിട്ടില്ലെങ്കിൽ ഞാനും പോകുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരനും സ്റ്റേഷൻ്റെ ഭാഗമൊക്കെ കുറേ നേരം കുത്തിയിരുന്ന് രാത്രി വിട്ടില്ല അവർ. രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ അപ്പച്ചൻ തന്നെ അവിടെ ഒരു ഷീറ്റ് പേപ്പർ കൊണ്ടുവന്ന് പോലീസിനെതിരായിട്ടൊരു കേസ് എഴുതി കൊടുത്തു. ഞാനും ഒപ്പിട്ട് ഞങ്ങൾ രണ്ടുകൂടെ കേസ് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഇത് ആരോ വിളിച്ച് കേരളമന്ത്രിയിൽ വിളിച്ച് പറഞ്ഞു. കേരളമന്ത്രിയിൽ സാർ അറിഞ്ഞ് DSPയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളുടെ ആളാണ് ഇദ്ദേഹം, നിങ്ങളെന്താ കാണിച്ചതെന്ന് ചോദിച്ചു. അവർ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തു. അത് വേറെ കാര്യം, റിലീസ് ചെയ്തു. അതിനുശേഷം ഞാനിങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അടുത്ത ലക്കം കലാമതിയിൽ നമ്മളുടെ വന്ന റിസൾട്ടിന് ഏതാണ്ട് സമാനമായ റിസൾട്ടാണ്, ഞങ്ങൾ കൊടുത്ത പ്രവചനത്തിന് സമാനമായ റിസൾട്ടാണ് തെരഞ്ഞെടുപ്പ് സർവേയിൽ റിസൾട്ടായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നത്. അപ്പോഴേക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്രയും നാളൊരു 2 വർഷം പിന്നെ ഉറങ്ങിക്കിടന്ന എൻ്റെ ജേർണലിസ്റ്റിൽ വലിയൊരു ഉണർവുണ്ടാകുന്നു പറഞ്ഞാൽ കലാമതിയിൽ തന്നെ അന്നത്തെ കലാമതിയിലെ സ്റ്റാർ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ വേലപ്പൻ എന്ന് പറഞ്ഞൊരു അടിവട്ടത്ത് തന്നെ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഈ ഫീൽഡിൽ പോയി ഡയറക്റ്റ് ആളെ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ശൈലി ഉണ്ടാക്കിയത് കേരളമതിയിലെന്ന് അദ്ദേഹമാണ്. അദ്ദേഹം ആദിവാസികളുടെ ഇടയ്ക്കും മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്കും പിന്നെ ഇവിടുന്ന് നടക്കുന്ന മിക്ക സമരങ്ങളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ കണ്ട്, അല്ല നേതാക്കന്മാരുടെ റിപ്പോർട്ടിംഗ് അല്ല, പുള്ളിക്ക് ഒരു പ്രത്യേക റിപ്പോർട്ടിംഗ് ശൈലിയായിരുന്നു. അങ്ങനെ വേലപ്പൻ്റെ ഒരു സ്വന്തം സഹായിയായിട്ട് കുറേ നാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഒരു പരിധിവരെ പ്രചോദിപ്പിച്ചിട്ടുള്ളൊരു ജേർണലിസ്റ്റുമായിരുന്നു വേലപ്പൻ. അങ്ങനെ ഞാൻ കലാമതിയിൽ ഏറെക്കാലം അതിൻ്റെ ലേഖകനും അതിൻ്റെ കോൺട്രിബ്യൂട്ടറും ആയിട്ട് എനിക്ക് ഒരു പരിധിവരെ നല്ല പ്രതിഫലവും തന്നുകൊണ്ടിരുന്ന ഒരു പത്രം യഥാർത്ഥത്തിൽ കലാമതിയായിരുന്നു. മാസിക ഒരു വീക്കിലി ആയിരുന്നു കലാമതി എന്ന്. ആദ്യത്തെ എനിക്ക് സർവേക്ക് തന്നെ ജയചന്ദ്രൻ സാർ ആദ്യം ഫീൽഡിൽ പോകാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വന്നത് നല്ലൊരു പ്രതിഫലം തന്നുകൊണ്ടാണ് വന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ റിപ്പോർട്ടിന് അന്നൊരു അവാർഡും കിട്ടി. അത് ജയചന്ദ്രൻ സാറാണ് ഏറ്റുവാങ്ങിയെങ്കിലും ജയചന്ദ്രൻ സാർ അതിൻ്റെ അവാർഡിൻ്റെ ഈ ഫലവും ട്രോഫിയൊക്കെ വാങ്ങുന്നതല്ലാതെ അതിന് കിട്ടിയിട്ടുള്ള പ്രതിഫലം ഏതാണ്ട് 50,000 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നത്. അതിനൊരു പ്രതിഫലം കിട്ടിയത് അത് പൂർണ്ണമായിട്ടും എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും സാറ് വീതിച്ച് നൽകി. അങ്ങനെ പിന്നെ എൻ്റെ ഒരു വർഷത്തോളം ഞാൻ കലാമതിയിൽ വിവിധ റിപ്പോർട്ടിങ്ങൾ പോയിരുന്നു. വിദ്യാഭ്യാസ രംഗം, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കാട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പല സമരങ്ങൾ, നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കലാമതി എന്നെ നിയോഗിച്ചു. ഞാനത് മിക്കവാറും എല്ലാ സമരങ്ങളും ഞാനും വേലപ്പനും കൂടെ
നേരിട്ട് പോയി കണ്ട് റിപ്പോർട്ട് ചെയ്യും. കലാമതിയിൽ അതെല്ലാം ഫീച്ചറുകളായിട്ടോ ലേഖനങ്ങളായിട്ടോ വാർത്തകളായിട്ടോ അച്ചടിച്ചു വരികയും അതിൻ്റെ സമ്മറി പലപ്പോഴും കേരളമതി എടുത്ത് വാർത്തയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പത്രപ്രവർത്തനത്തിലെ യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം വലിയ പിന്നെ വീക്കിലികളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയ വാർത്താ വീക്കിലി ആണെങ്കിലും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ പത്രത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു പിന്നെ തിടുക്കവും ഞെരുക്കവും നമുക്കില്ല. നമുക്കൊരു അല്പം സാവകാശം കിട്ടും. ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം ഒരു 2 ദിവസമെങ്കിലും നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ എഴുതി കൊടുക്കാനും ഒക്കെ കിട്ടും. എന്നാൽ എഴുതാനും ഒന്ന് തിരുത്തി എഴുതാനും വായിക്കാനൊക്കെ ഉള്ള സാവകാശം ഈ കലാമതിയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കലാമതിയിൽ കുറേ നാൾ കഴിഞ്ഞതിന് കുറേ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനും പല മാധ്യമപ്രവർത്തകരുടെയും ഗുരുവായിരുന്ന PK ബാലകൃഷ്ണൻ ഈ മാധ്യമത്തിൻ്റെ പത്രാധിപരായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്നേരം മാധ്യമത്തിന് ആളിനെ വേണം, ജോലിയോട്ടി വരുന്നുണ്ടോ എന്ന് പോകുന്നുണ്ടോ എന്ന് ജയചന്ദ്രൻ സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ പോകുന്നു. അങ്ങനെ അന്ന് നാളെ തന്നെ പോയി പിന്നെ PK ബാലകൃഷ്ണനെ കാണും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ജോലിയോട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവരൊരു എഴുത്ത് പരീക്ഷ നടത്തുന്നുണ്ട്. അന്നേരം അവിടെ പോയി നിങ്ങൾ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം. നേരെ കോഴിക്കോട്ടേക്ക് നാളെ വിട്ടോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവിടെ ഞാൻ ഇവിടെ തന്നെ തിരുവനന്തപുരത്താണുള്ള ഒരു ഹരി എന്ന് പറഞ്ഞ് ഹരി നീലഗിരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിഖ്യാതനായ ഒരു വ്യക്തിയുണ്ട്. ഹരിയും ഞാനും കാളീശ്വരൻ രാജുവാണ് അന്ന് അവിടെ ഈ ഇൻ്റർവ്യൂവിന് വന്നിട്ടുള്ളത്. രാവിലെ ഞങ്ങളെ അവർ വിളിച്ച് ഒരു എഴുത്ത് പരീക്ഷ നടത്തി. ഉച്ചയായപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങൾ 3 പേരും ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഞങ്ങൾ വേറെ ആരുമില്ല, പരീക്ഷ എഴുതാൻ ആരുമില്ലായിരുന്നു. ഞങ്ങൾ 3 പേര് പരീക്ഷ എഴുതാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും പരീക്ഷ എഴുതി. 3 പേരും തന്നെ ഇൻ്റർവ്യൂവിന് ചെന്നു. 3 പേർക്കും അന്ന് തന്നെ അപ്പോയിൻമെൻറ്റും തന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും ഹരിയും കാളീശ്വരൻ രാജും അന്ന് അതിൻ്റെ പത്രത്തിൽ ചെയ്തു. വേറെ ആരുമില്ല, 3 പേരേ ഉള്ളൂ സബ്ഡിറ്റേഴ്സ്. ഞങ്ങൾ 3 പേരും. പിന്നെ ബാലകൃഷ്ണൻ സാറ് ഓഫീസിൽ വരാറില്ല. പിന്നെ അവിടെയുള്ള കൊടുങ്ങല്ലൂർ അങ്ങനെയുള്ള മുതിർന്ന പോലെ മാധ്യമപ്രവർത്തകർ അവിടെയുണ്ട്. ബാലകൃഷ്ണൻ സാറ് തിരുവനന്തപുരത്ത് തന്നെയാണ്. അന്നേരം സാറ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നിർദ്ദേശങ്ങൾ അയക്കും. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വരും. പിന്നെ എല്ലാ ദിവസവും എഡിറ്റോറിയൽ അയച്ചു കൊടുക്കും. ഇതായിരുന്നു സാറ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ എഴുതുന്ന വാർത്തകളെല്ലാം സാറ് സസൂക്ഷ്മം വായിക്കുകയും എല്ലാ ആഴ്ചയിലും എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ അതിൻ്റെ പോരായ്മ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മാധ്യമത്തിൽ ഏതാണ്ട് ഒരു 6 മാസം ജോലി ചെയ്തപ്പോഴേക്ക് എനിക്ക് UGCയുടെ ഒരു ജേർണലിസത്തിന് അന്ന് ആദ്യമായിട്ട് UGC പരീക്ഷ നടത്തി അവിടെ റിസർച്ചിന് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് വിളിച്ചു. എൻ്റെ എഴുത്ത് പരീക്ഷയിൽ പാസ്സായി ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ വിളിച്ചപ്പോൾ ഞാൻ മാധ്യമക്കാരോട് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ലേഖനായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾ ഈ UGCയുടെ ഈ പ്രിപ്പറേഷൻ നടത്തിയിട്ട് നാട്ടിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവിടത്തേക്ക് തരാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു അവിടെ ഇപ്പം ഞങ്ങൾ ആൾറെഡി ഒരാളിനെ വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുതിയ ആളിനെ അവിടെ വയ്ക്കാൻ ഒരു പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ TN ഗോകുമാർ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവിടുന്ന് വാർത്ത അയക്കുന്നുണ്ട്. ഞങ്ങളുടെ ആ നിലവിലുള്ള ലേഖനം TNGയും കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്ക് 3 പേർക്ക് ഇപ്പം നമുക്ക് അവിടെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പോയിട്ടൊരു കാര്യം ചെയ്ത് തിരിച്ചും പോരെ, നിങ്ങളെ കഴിയുമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തരാം. തിരുവനന്തപുരത്ത് ഞങ്ങൾ അന്നും ബ്യൂറോ തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്തേക്ക് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നേരെ കേരളമതിയിൽ അന്ന് നരേന്ദ്രൻ സാറുണ്ട്. നരേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ കേരളമതിയിൽ സാറിൻ്റെ സഹായിയായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് കേരളമതി ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതായത് ജോലിയിട്ട് അതൊന്നും നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇയാൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഓഫീസിൽ മണി സാറും ഒക്കെ ആലോചിച്ചിട്ട് പറയുന്നത് അടുത്ത വർഷമൊക്കെ ആവും. ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ ആളിനെ പുതുതായിട്ട് എടുക്കുന്നില്ല കേരളമതിലൊന്നും. ഞാനങ്ങനെ അവിടെ നിന്നപ്പോഴാണ് പേട്ടേഡിൽ അന്ന് എടത്തേട്ട നാരായണനാണ് എൻ്റെ എല്ലാം അദ്ദേഹത്തിനെ കാണാൻ നിന്നപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, അസുഖബാധിതനായിട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞു. അന്നേരം പിന്നെ പക്ഷേ അന്ന് അവിടുത്തെ ഒരു
ഒരു കർത്ത അദ്ദേഹത്തിനെ പോയി കണ്ടാൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, തൽക്കാലം പിന്നെ ഒരു ഫ്രീലാൻസറായിട്ട് ഇവിടുന്ന് നിങ്ങൾ മയൂരി ഗാർഡനിലും JNU പരിസരത്തു നിന്നൊക്കെ 2 വാർത്തകൾ കൊണ്ടെത്താം, നമുക്ക് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഡെസ്കിൽ ഇപ്പം ഫ്രീ ഇല്ല, ഡെസ്ക് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ ഡെസ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഞാനങ്ങനെ 2 ആഴ്ച അവരുടെ പേട്ടിയുടെ ലേഖനായിട്ട് അവിടെ നിന്നൊക്കെ വാർത്തകളൊക്കെ തപ്പിയെടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ ഒരു വല്ലപ്പോഴൊക്കെ ഈ ഫ്രീ ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ടൈപ്പ് റൈറ്ററാണ് അവിടെ. ടൈപ്പ് റൈറ്റർ ഒഴിയുന്ന സമയത്ത് അവിടെ ചെന്ന് അത്യാവശ്യം ടൈപ്പിലൊക്കെ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ വാർത്ത, നമ്മളല്ല എഴുതി കൊണ്ട് കൊടുത്തപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസത്തോളം മുന്നോട്ട് പോയപ്പോഴാണ്, അത് ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ ഒരു ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേട്ടിയെട്ടിൻ്റെ ക്യാൻറ്റീനിൽ ഫ്രീ ആയിട്ടെന്ന് 2 രൂപ 5 രൂപ താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 നേരം ഇഷ്ടംപോലെ ചപ്പാത്തിയും പിന്നെ ആഹാരമൊക്കെ കഴിക്കാം. അതുപോലെ ഡൽഹിയിലെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UNA ക്യാൻറ്റീനിൽ ചെന്ന് കഴിഞ്ഞാലും വളരെ ലളിതമായ പൈസയിൽ നമുക്ക്, തുച്ഛമായ പൈസയിൽ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാ. അത് 2 ക്യാൻറ്റീനുകളായിരുന്നു അന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയ സ്ഥലം. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും പ്രധാനപ്പെട്ട വലിയ പത്രപ്രവർത്തകരെല്ലാം അന്നുണ്ടായിരുന്നു. അന്നേരം അവിടുത്തെ ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം കുടുംബം പോലെയാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് ചേർന്ന് അത്യാവശ്യം വേണമെങ്കിൽ കള്ളുകുടിക്കുന്നവർക്ക് കള്ളുകുടിക്കാൻ പോകാം. അതല്ല അങ്ങനെ OV വിജയൻ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും നമുക്ക് അവിടുത്തെ കുണാട്ട് പ്ലേസിലുള്ള ഇവരുടെ ഒരു സങ്കേതമുണ്ട്. അവിടെയോ ഇന്ത്യൻ കോഫി ഹൗസിലോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസ് ക്ലബ്ബിലോ അല്ലെങ്കിൽ ഈ 2 ക്യാൻറ്റീനുകളിലോ നമുക്ക് പ്രധാനപ്പെട്ട മലയാളികളെ എല്ലാം കണ്ടെത്താനും അവരുമായിട്ട് ബന്ധം പുലർത്താനും കഴിയുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം അവിടെ ഇങ്ങനെ കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ അവിടെ JNUവിലൊരു സുഹൃത്തിൻ്റെ മുറിയിൽ അതിഥിയായിട്ട് താമസിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം JNUവിൽ പിന്നെ ഈ ക്യാൻറ്റീനുകളിലുമായിട്ട് കുറേ നാൾ ഒരു 3 മാസം കഷ്ടിച്ച് 3 മാസത്തോളം അവിടെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ദേശാഭിമാനി ഇവിടെ തിരുവനന്തപുരത്ത് എഡിഷൻ തുടങ്ങുന്നു, അവിടത്തേക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറഞ്ഞു. അപേക്ഷിച്ചു. ദേശാഭിമാനിയിൽ തിരുവനന്തപുരത്ത് ഇതിൽ കിട്ടിയപ്പോഴാണ് കൊല്ലത്ത് ബ്യൂറോയുടെ ചുമതലയുള്ളത് RS ബാബു സാറാണ്. അങ്ങനെ ദേശാഭിമാനിൻ്റെ സെലക്ഷൻ കിട്ടിയെങ്കിലും ഈ പ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അപ്പോയിൻമെൻറ്റ് ഔദ്യോഗികമായിട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇന്ത്യനായിട്ട് നേരെ പോയി. ബാബു സാറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ SM കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഒരു ബാച്ച്മേറ്റുമാണ്, ക്ലാസ്മേറ്റല്ല ബാച്ച്മേറ്റുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ഇന്ത്യനായിട്ട് 2 മാസത്തോളം ഞാൻ കൊല്ലത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ പലരുമുണ്ട്. നമ്മുടെ രാജേഷൊക്കെ അന്ന് ഇന്ത്യനായിട്ടുള്ള വർക്ക് ചെയ്തു കേരളമുതിയിൽ. അവരുടെ കൂടെ ഞാനവിടെ രാവിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ബാബു സാറിൻ്റെ കൂടെ കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അന്ന് ഞാൻ പോയില്ല. ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞ് ഞാനൊന്ന് കുളിക്കാനായിട്ട് വീട്ടിലിങ്ങനെ കിണറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് 1 മണിയായി. 1 മണിയായി നിൽക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. 1 മണി കഴിഞ്ഞ് 2 മണിയായി, 2 മണിയായി. വാർത്ത കേൾക്കുന്നത് ഇങ്ങനെ ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടി കായൽ മറിഞ്ഞു. ഞാൻ പെട്ടെന്ന് വാർത്ത വയ്ക്കുമ്പോൾ വാർത്ത കൂടുതലൊന്നുമില്ല. ഇത് വളരെ അസാധാരണ ഒരു ട്രെയിൻ പിന്നെ കായൽ മറിഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല, വലിയ സംഭവമായിരിക്കുമല്ലോ എന്ന് കരുതി. അപ്പോൾ തന്നെ എനിക്കന്ന് സ്കൂട്ടറില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബന്ധു ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ അവിടെ ഒരു വലിയൊരു അപകടം നടന്നിട്ടുണ്ട് അഷ്ടമുടിയിൽ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 8-10 കിലോമീറ്റർ അകപ്പുറം കോയിപ്പള്ളിയുടെ അടുത്താണ്. ഞങ്ങൾ കുണ്ട്ര വഴി ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ അഷ്ടമുടിയിലെത്താം, നമുക്കൊന്ന് പോയാലെന്ന് കരുതി ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ 2 കൂടെ സ്കൂട്ടറിൽ നേരെ പെരുമണ്ടൊരു ഞാനെത്തുമ്പോൾ ഒരു 4 മണിയാവും. 4 മണിയായപ്പോൾ ഈ ദുരന്തം നടന്ന് ഏതാനും മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തി. 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി. ആദ്യം പിന്നെ ഒന്നും കാണാനില്ല. ഇത് മറിഞ്ഞു കിടക്കുന്നു, അവിടെ ആളുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു.
വലിയ ബഹളമൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാളിനെ എടുത്ത് പുറത്ത് കൊണ്ടുവരുന്നു, ജീവനില്ല. അയാളെ റെയിൽവേ ട്രാക്കിൻ്റെ തന്നെ സൈഡിലൊരിടത്ത് കൊണ്ടുവന്ന് കിടത്തുന്നു. അത് കഴിഞ്ഞ് ഒരാളെ കൊണ്ടുവരുന്നു, അയാൾ പിടയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കണക്ക് ആംബുലൻസ് സർവീസൊന്നും അധികം ഇല്ല. പിടച്ചുകൊണ്ടിരിക്കുന്ന അയാളെ തന്നെ പെട്ടെന്ന് 2 പേര് ഒരു പിന്നെ ഒരു വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അടുത്ത നിമിഷങ്ങൾ കാണുന്ന നിമിഷങ്ങൾക്കകം ഈ ആളുകളെ ഇങ്ങനെ കരക്കെത്തിച്ചുകൊണ്ടിരിക്കുക. വരുന്ന പലരും ജീവനില്ല, പലരും പിടയ്ക്കുന്നുണ്ട്. പിടയ്ക്കുന്ന മീൻ പോലെയാണ് മനുഷ്യ കിടന്ന് പിടയ്ക്കുന്നു, കയ്യാലിട്ടടിക്കുന്നു. അതിനിടയ്ക്ക് നിരവധി ആളുകൾ വന്നു. ഈ ജീവനില്ലാത്തവരെല്ലാം ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിടുന്നു, ജീവനുള്ളവരെല്ലാം ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ജീവനില്ലാത്തവരെയും ജീവനുള്ളവരെയും കൂടെ വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 7-8 മണിയായപ്പോഴേക്കും ഈ ആളുകളുടെ എണ്ണം കൂടി. നമ്മൾ ഈ സമയം മുഴുവൻ ഞാൻ അവിടെയും അതിൻ്റെ പരിസരത്തുമായിട്ട് നിൽക്കുക. അപ്പോഴേക്കും ഒരു 6 മണിയായപ്പോൾ ഞാൻ ദേശാമാനിൽ ഓടിച്ചെന്നു. ബാബുസാഹിബിനെ കണ്ടപ്പോൾ ബാബുസാഹിബും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം വളരെ അലർട്ടായി. അവരും ഇങ്ങനെ വാർത്തകളെല്ലാം ശേഖരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ പാർട്ടെല്ലാം ഞാനും എഴുതി അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉടനെ ഒരു 6-7 മണി കഴിഞ്ഞപ്പോഴേക്കും അന്ന് ഈ വാർത്ത കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. കൊല്ലത്തുനിന്ന് ഒരു KSRTC ബസ്സിൽ ഡ്രൈവറുടെ കയ്യിൽ ഒരു കവറിലാക്കി കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മേടിക്കാൻ തമ്മാനൊരു വേറൊരു ആൾ ദേശാമാനി ഓഫീസിൽ നിന്ന് വരും. ദേശാമാനിലേക്ക് പിന്നെ കൊല്ലത്തുനിന്ന് വിളിച്ച് പറയും ഇങ്ങനെ കവർ വിട്ടിട്ടുണ്ടെന്ന് പറയും. അന്ന് കവർ വിടുന്നതിന് പകരം കവർ പ്രത്യേക വാഹനത്തിൽ ഈ കവർ നേരെ കൊടുത്തു വിട്ടു. ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ വാർത്ത എത്തി. 8 മണിയായപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത കവർ കൊടുത്തു വിട്ടു. 3 തവണ കവർ കൊടുത്തു വിട്ടു. കവറും ഫോട്ടോ എല്ലാം കൊടുത്തു വിട്ടു. രാവിലെ നമ്മൾ പത്രം കാണുമ്പോഴേ ഞാൻ കണ്ടതിനേക്കാളും വളരെ ഇതിനെ ഇത്രമാത്രം നമ്മൾ കണ്ടത് വേറൊരു വശം, കണ്ട വശത്തിനേക്കാളും വളരെ വിശദമായിട്ട് ഈ പത്രത്തിൽ അതിനകത്ത് ഏറ്റവും അന്നത്തെ പത്രങ്ങളിൽ, അന്നത്തെ മനോരമ, മാതൃഭൂമി, കേരളം, ജനയുഗം, ഈ പത്രങ്ങളിലെല്ലാം നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു ശരിയായ ദുരന്തത്തിൻ്റെ ചിത്രം പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേശാമാനിയായിരുന്നു. ദേശാമാനിയുടെ പത്രത്തിൽ വളരെ ദുരന്തത്തെ ഭംഗിയെന്ന് പറഞ്ഞുകൂടാ, വളരെ വേദനാജനകമായ വിധത്തിൽ ജനങ്ങളെ മനസ്സിൽ തങ്ങുന്ന വിധത്തിൽ ചിത്രങ്ങളും വിവരണം കൊണ്ടും, പ്രത്യേകിച്ചും ബാബുസാഹിബിൻ്റെ വാർത്തയും ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ള സഹായ കുറിപ്പുകളും എല്ലാം ബോക്സുകളും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ഗംഭീരമായ വാർത്ത ദേശാമാനി അന്ന് കവർ ചെയ്തു. അതിനുശേഷം ഞാൻ ദേശാമാനിൽ ജോയിൻ ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ദേശാമാനിൽ തിരുവനന്തപുരം എഡിഷനിൽ ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ പിന്നെ കൊല്ലത്തെ അനുഭവവും എനിക്ക് ദേശാമാനിലുള്ള ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ സഹായവും കൊണ്ട് എന്നെ പലപ്പോഴും ഡെസ്കിൽ നിന്ന് കുറേ ദിവസം ഡെസ്കിൽ നിന്ന് തന്നെ ആളുകളെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾക്ക് വിടും. അങ്ങനെ വിടുന്ന കൂട്ടത്തിലാണ് ഈ രാജീവ് ഗാന്ധി നാഗർകോവിൽ വന്നപ്പോൾ എന്നെ കവർ ചെയ്യാൻ എന്നെ വിട്ടു. പിന്നെ EMS പല യോഗങ്ങളിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ കൂടെ ഒരാളിനെ സ്പെഷ്യൽ ലേഖനായിട്ട് വിടുവാണെങ്കിൽ എന്നെ കൂടെ വിടുമായിരുന്നു. നായനാരുടെ അന്ന് മുഖ്യമന്ത്രി നായനാരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികളുണ്ടെങ്കിൽ ബ്യൂറോയിൽ ശക്തിധരൻ സാറും പിന്നെ ഏഴാച്ചേരി രാമേന്ദ്രനാണ് ഉള്ളതെങ്കിലും അവർ രണ്ടുപേരും ബ്യൂറോയിലുള്ള പ്രവർത്തനങ്ങളിൽ മേധാവികളായിട്ട് പ്രവർത്തിക്കത്തേ ഉള്ളൂ. പക്ഷേ ലേഖകന്മാരായിട്ട് വിടുന്ന കൂട്ടത്തിൽ അന്ന് അവിടെ ബ്യൂറോയിൽ അധികം ആളില്ല. അന്നേരം ഡെസ്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് കുട്ടി നാളെ EMSൻ്റെ ഒരു പരിപാടിയുണ്ട്, അത് കവർ ചെയ്തുകൊണ്ടായിരുന്നു. എനിക്ക് ഒന്നിനൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വാഹനത്തിൽ പോകാനുമുള്ള സൗകര്യം നമുക്ക് കിട്ടും. അന്നേരം EMSൻ്റെ പിന്നെ പരിപാടികളിൽ PS അച്യുതാനന്ദൻ്റെ പരിപാടിയിൽ അന്നത്തെ മിക്ക നേതാക്കന്മാരുടെയും പരിപാടികളിൽ നേരിട്ട് അവരുടെ വാഹനത്തിൽ പോകാനും വാർത്ത ശേഖരിക്കാനും അയക്കാനും ഉള്ള സൗകര്യങ്ങൾ ദേശാമാനിൽ കിട്ടിയിരുന്നു. ദേശാമാനിൽ ജോലി ഇൻറ്റേൺഷിപ്പ് കഴിയുന്ന കാലത്താണ്, ഏതാണ്ട് 1 വർഷം ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ആ പീരീഡിലാണ് ഈ പെരുമൺ ദുരന്തത്തിൻ്റെ 1ാം വാർഷികം വരുന്നത്. 1ാം വാർഷികത്തിൽ പാർലമെൻറ്റിൽ വലിയ ഒച്ചപ്പാടുണ്ടായ സമയത്ത് ഒരു കമ്മീഷനെ നിയമിച്ചു, സൂര്യനാരായണ കമ്മിറ്റി നിയമിച്ചു. ഇതിൻ്റെ
വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ തകരാറ് കൊണ്ടാണോ ഈ ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായൽ മറിഞ്ഞത്, അതോ പാളത്തിൻ്റെ തകരാറ് കൊണ്ടാണെന്നുള്ള വിവാദമായിരുന്നു അന്ന് നിലവിലിരുന്നത്. പാളത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിവിൽ എഞ്ചിനീയറിംഗ്, റെയിൽവേയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗവും അതല്ല പിന്നെ എൻജിൻ്റെ തകരാറാണെന്ന് മെക്കാനിക്കൽ വിഭാഗവും തമ്മിലുള്ള ഒരു തർക്കം ഈ പിന്നെ റെയിൽവേ വൃത്തങ്ങളിൽ തന്നെ നിലനിൽക്കുമ്പോഴാണ് അതിന് ഒരു യഥാർത്ഥത്തിൽ കാരണം കണ്ടെത്താൻ സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥനെ ഈ റെയിൽവേ മന്ത്രാലയം നിയോഗിക്കുന്നത്. സൂര്യനാരായണ ഇവരെ രണ്ടുപേരും രക്ഷപ്പെടുത്താനായിരിക്കാം എന്തായാലും ഒരു റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതായത് ഇത് രണ്ടും തകരാറുകൊണ്ടും അല്ല പെരുമൺ ദുരന്തം ഉണ്ടായത്, ഒരു ടൊർണോഡോ വന്ന് ഈ ട്രെയിനിനെ അടിച്ചു മറിച്ച് ഈ കായലിലേക്ക് തള്ളിയിട്ടതാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചു. ഉടനെ ഇത് റിപ്പോർട്ട് വന്ന ഉടനെ ഞാനന്ന് ദേശമലയുടെ ഡെസ്കിലാണുള്ളത്. രവിവർമ്മയാണ് ഞങ്ങളുടെ ഡെസ്കിൻ്റെ ഞങ്ങളെക്കാളും മുതിർന്ന എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ. രവിവർമ്മ, ജോളുട്ടി ഇത് നമുക്കൊന്ന് കത്തിക്കണമല്ലോ, എന്താണ് മാർഗം എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനന്ന് ഉണ്ടായിരുന്നു വർമ്മ. ഈ രവിവർമ്മ പറഞ്ഞ ഈ സംഭവം കാണുന്ന സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ പെരുമണിലുണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു ചെറിയ കാറ്റ് പോലും അടിച്ചതായിട്ട് എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, സാധാരണഗതിയിൽ ഈ ചെറിയ ചുഴലിയോ കൊടുങ്കാറ്റോ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമീപത്തെ പിന്നെ മരങ്ങളിലും സമയത്തെ വീടുകളിലും എല്ലായിടത്തും വലിയ ചെറിയെങ്കിലും നാശനഷ്ടങ്ങളുണ്ടാവും. അവിടെ അന്ന് ചുഴലി ഉണ്ടായില്ല, കൊടുങ്കാറ്റും ഉണ്ടായില്ല, വലിയ ഒരു കാറ്റ് പോലും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു കാറ്റും ഉണ്ടായില്ല. രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഒഴിച്ചാൽ കാലാവസ്ഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ടൊർണാഡോ ഉണ്ടായിട്ട് എനിക്കറിയാം. ജോലിട്ട് അന്നൊരു പെട്ടെന്നൊരു റിപ്പോർട്ട് കയറായി അന്നത്തെ ഇന്നത്തെ കൂടെ വെച്ചിട്ട് ഞാൻ നേരെ ഇവിടുത്തെ നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പിന്നെ നമ്മുടെ കനാകുന്നിന് എതിർവശത്തെ ഒരു നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നക്ഷത്ര നിരീക്ഷണ കേന്ദ്രത്തിൽ ഇപ്പോഴും അവിടെ തന്നെ പ്രവർത്തിക്കുന്നത്. അവിടെ ചെന്ന് ഇപ്പം ഞാൻ അന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ റിപ്പോർട്ടെടുത്തു. ഈ പെരുമൺ ദുരന്തം നടന്ന ജൂലൈ 8 എൻ്റെ ആ റിപ്പോർട്ടെടുത്തു. അതിനകത്ത് ഈ സാധാരണ കാലാവസ്ഥയല്ലാതെ ഈ 28 ഡിഗ്രിയുടെ കാലാവസ്ഥയും സാധാരണ ചാറ്റൽ മഴയും അല്ലാതെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണിക്കുന്നില്ല. എൻ്റെ കൂടെ തന്നെ അന്ന് ഹിന്ദുവിൻ്റെ റോയ് മാത്യുവും വന്നിരുന്നു. റോയ് മാത്യു ഞങ്ങളും കൂടെ ആ റിപ്പോർട്ട് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തു. അവിടുത്തെ 2 പിന്നെ കാലാവസ്ഥാ നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ, ഒരാൾ സുധീഷ് എന്ന് പറഞ്ഞ അന്ന് പിന്നെ അയാൾ കേരള യൂണിവേഴ്സിറ്റി തന്നെ, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് കാലാവസ്ഥാ നിരീക്ഷണ പഠന കേന്ദ്രം കേരളത്തിലെ. ഇപ്പോഴും അത് തന്നെയാണെന്ന്. അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഞാനിതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ എന്ന് ഞാൻ നേരെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയി എൻസൈക്ലോപ്പീഡിയകൾ തപ്പി. എൻസൈക്ലോപ്പീഡിയ എങ്ങനെയാണ് ടൊർണോഡോ ഉണ്ടാകുന്നത്, ടൊർണോഡോയുടെ ചരിത്രം ഞാൻ എൻസൈക്ലോപ്പീഡിയ വായിച്ചിട്ട് അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, നമ്മുടെ നാട്ടിലങ്ങനെ ഇൻ്റർനെറ്റ് ഇല്ല. എന്നിട്ട് ടൊർണോഡോകളുടെ ചരിത്രം എല്ലാം അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പി എടുത്തിട്ട് അന്നേരം ഈ ടൊർണോഡോ നിരീക്ഷണ കേന്ദ്രം ഈ കാലിഫോർണിയയിൽ ഒരെണ്ണമുണ്ട്. കാലിഫോർണിയയിലെ ഒരു ഫാക്സ് നമ്പർ കിട്ടി. ഈ ഫാക്സ് നമ്പറുമായിട്ട് ഞാൻ ഓഫീസിൽ ചെന്ന് വർമ്മയുടെ അടുത്ത് പറഞ്ഞു, വർമ്മ ഇങ്ങനൊരു ഫാക്സ് നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവർക്കൊരു കത്തയച്ചാലോ എന്ന്. വർമ്മ അപ്പോഴും തന്നെ ഞങ്ങളൊരു ലെറ്റർ തയ്യാറാക്കി നേരെ അവർക്ക് അയച്ചു. ഈ 3-ാം തീയതി പിന്നെ ജൂലൈ 8 ഇവിടെ കൊല്ലത്തോ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ടൊർണോഡോ ഉണ്ടായിട്ട് അവരുടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഫാക്സ് റിപ്ലൈ വന്നു. ഇന്ത്യയിൽ ടൊർണോഡോ ആ ദിവസം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ ഈ റിപ്പോർട്ടും എനിക്ക് കിട്ടിയ റിപ്പോർട്ടും അന്നത്തെ എൻ്റെ നേർ അനുഭവം കൂടെ വെച്ചുകൊണ്ട് അടുത്ത ദിവസം ഈ ടൊർണോഡോ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ മെയിൻ വാർത്തയായിരുന്നു, അച്ചടിച്ചു വന്നു. പക്ഷേ ഈ എൻ്റെ കൂടെ വന്ന റോയ് മാത്യുവിന് ഹിന്ദുവിൽ പോലും ഇത്രയും വിശദമായി ഇതിനെ ഖണ്ഡിക്കാനൊരു രേഖകൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല.
അത് വന്ന ഉടനെ ഈ വാർത്ത തന്നെ പാർലമെൻറ്റിലും വലിയ ഒച്ചപ്പാടുണ്ടാക്കി. നമ്മുടെ വാർത്ത, ദേശമല്ല വന്ന വാർത്ത, അന്ന് ടൊർണോഡ കേരളത്തിലുണ്ടായിട്ടില്ല, ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്നുള്ളത് വാർത്ത തന്നെ ഒരു വലിയ ദേശീയ വാർത്ത ആവുകയും സൂര്യനാരായണ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെൻറ്റ് അംഗീകരിച്ചെങ്കിലും ഇതിൻ്റെ സാധുത പൊതുജനങ്ങളുടെ മുമ്പിലും മാധ്യമലോകത്തും അസത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ആ വാർത്തയ്ക്ക് കഴിഞ്ഞു. ദേശമല്ല കുറേ നാൾ കൂടെ ഞാൻ ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് അന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു BSc വഴി എനിക്കൊരു അപേക്ഷ അയച്ചിരുന്നപ്പോഴാണ് എനിക്ക് KSF-യിൽ ഒരു ജോലി കിട്ടുന്നതും. അന്നേരം നമ്മുടെ ജേക്കബ് നമ്മുടെ ജേക്കബ് മാത്യു സാർ അന്ന് ചെയർമാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ അറിയാം, ദേശമല്ലായിരുന്ന കാലത്ത് അറിയാം. അയാൾ നല്ല ലേഖനാണെന്ന് സാറിനെ 1-2 തവണ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ KSF-യുടെ ചെയർമാനാണ്. അതോറിറ്റി എപ്പോഴേക്കും അയാൾ നമുക്ക് KSF-യിലൊരു നല്ല പ്ലേസ്മെൻറ്റൊക്കെ ആക്കി ഞാൻ ഒപ്പിച്ചു തരാം. ഇയാൾക്ക് അവിടെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ള ആളില്ല. അവിടെ നമുക്കൊരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സാറ് കുറേ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിട്ടികളുടെ തന്നെ വലിയ പരിഷ്കരണവും ഡെപ്പോസിറ്റുകളുടെയും പിന്നെ പല നൂതനമായ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ ഉപദേശപ്രകാരം ഞാൻ ദേശമല്ല ജോലി രാജിവെച്ചപ്പോഴന്ന് മോൻ സവാണെന്ന് ദേശമല്ലയുടെ യൂണിറ്റ് ചീഫ് മോൻ സാറ് എന്നെ യഥാർത്ഥ ജോലിട്ട് പോകേണ്ട കാര്യമില്ല, ഇയാൾക്ക് നല്ല കാരിയറാണ് ഇവിടെ ദേശമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്നും ബാബുസാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജോലിട്ട് പോകണമെങ്കിൽ പോക്കോ, പക്ഷേ പോകാതിരിക്കുന്നതും ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിൽ നിന്നൊരു നല്ല ഒരു കൺസെൻറ്റ് കിട്ടിയില്ല പോകാൻ. അന്ന് ദേശമല്ലിലെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് രാധേച്ചിയാണ്, മറ്റേ EMS-ൻ്റെ മകൾ. അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നുന്നത്. അവരോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഒരു നല്ലൊരു പത്രപ്രവർത്തനെ ആ ദേശമാനിക്കും പാർട്ടിക്കും ഒക്കെ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ സങ്കടത്തോടൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പോകേണ്ട വന്നു. എനിക്ക് വീട്ടിലെ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യം ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോയി അടുത്ത മാസം ആയപ്പോഴേക്കും ദേശാഭിമാനിയിൽ ശമ്പള പരിഷ്കരണം വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം കൺഫേം ചെയ്യുകയും ചെയ്തു. അവിടെ അപ്പോഴാണ് ബജാവത്ത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരികയും എല്ലാ പത്രങ്ങളിലും ശമ്പള പരിഷ്കരണം വരികയും ഞാൻ പോയ സ്ഥാപനത്തിനേക്കാളൊക്കെ നല്ല വേതനം ദേശാഭിമാനിയിൽ കിട്ടുമായിരുന്നു. ഞാൻ വേതനത്തിന് മാത്രം ഉദ്ദേശിച്ചല്ല പോയത്, വേറെ ചില കരിയർ ഡിസിഷൻ്റെ വീട്ടിലെ ചില നിർബന്ധങ്ങൾ വഴങ്ങിയാണ് പോയത്. അത് പോട്ടെ. KSF ഹെഡ് ഓഫീസിൽ തൃശ്ശൂർ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് സാമാന്യം നല്ല അവിടുത്തെ PROയുടെ പോസ്റ്റ് അല്ലെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ കുറേ നാൾ ജോലി ചെയ്യുമ്പോഴേക്കും ഞാൻ വീട്ടിന് സമീപത്തുള്ള കൊല്ലം ബ്രാഞ്ചിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ കൊല്ലത്തേക്കുമ്പോഴാണ് ഞാൻ താമസിച്ചിരുന്നതിൻ്റെ ഒരു സമീപവാസിയും എന്നെ നേരത്തെ അറിയാവുന്നതുമായ കേരള ശബ്ദത്തിൻ്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ BA രാജകൃഷ്ണൻ സാർ ഇവരിട്ട് ഇങ്ങനെ വെറുതെ അവിടുന്ന് കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കാതെ വല്ലപ്പോഴൊക്കെ എഴുതി തന്നൂടെ ഞങ്ങൾക്കെന്ന് ചോദിച്ചു. ഞാനങ്ങനെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിലും മാസത്തിൽ 2-3 തവണ ഏതെങ്കിലും സമകാലീന പ്രശ്നങ്ങളും ബഡ്ജറ്റ് വരുമ്പോഴതിൻ്റെ വിശകലനം, പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പം ഈ 2 സർവേയും അവർക്ക് വേണ്ടി ചെയ്തു കേട്ടോ. കലാമതിയുടെ പോലെ 2 സർവേയും അവർക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ സാമാന്യം ഒരു അഡീഷണലായിട്ടൊരു ചെറിയ ഇൻകവും കേരള ശബ്ദംകാർ എനിക്ക് നൽകുന്നുണ്ട് ഈ KSF-യിലെ ജോലിക്ക് പുറമേ. പക്ഷേ ഇത് എനിക്ക് വലിയ പാരയായി. കാരണം എന്ന് പറഞ്ഞാൽ KSF-യിൽ ജോലി ചെയ്യുമ്പം ഈ സമാന്തരമായി ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തന്നെ സഹപ്രവർത്തകർ KSF-യിൽ നിന്ന് പരാതി കൊടുക്കുകയും എനിക്ക് ആ പണി ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ വ്യാജപ്പേരിൽ വല്ലപ്പോഴും എഴുതി കൊടുക്കുമായിരുന്നു. എന്നിട്ടും അത് ഇന്നാരാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പരാതി പോയെങ്കിലും അതിനകത്ത് പിന്നെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം കുറേ നാൾ കഴിയുമ്പോഴാണ് ഈ ഒരു ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പം നമ്മുടെ CL തോമസും ചന്ദ്രശേഖരനും ജോസും പിന്നെ ദേശാഭിമാനിലുള്ള ഏതാനും എൻ്റെ മുൻ സഹപ്രവർത്തകർ പലരും ദേശാഭിമാനി വിട്ടിട്ട് ഒരു പുതിയ പത്രസ്ഥാപനത്തിൽ ചേർന്നു എന്നുള്ളതിൻ്റെ അറിയിപ്പ് അവരെന്നിൽ തന്നു. ഞങ്ങളെല്ലാം കൂടെ ദേശാഭിമാനി വിട്ടില്ലേ, നീ നേരത്തെ പോയി, ഞങ്ങളിപ്പോൾ ഇറങ്ങുക. എന്തോ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുതിയ പത്രത്തിൽ നീ ചേരുന്നോ? ഞാൻ പറഞ്ഞേ ഞാനിപ്പം ഇവിടെ
ഒരു ചെറിയ പ്രശ്നത്തിൽ തന്നെ ഇരിക്കുക. ഇവിടെ എഴുതുകയെന്ന് പറയുമ്പം തന്നെ എന്നെ ഇവിടെ കേരള ശബ്ദക്കാർ എഴുതിയതിൻ്റെ പേരിൽ എനിക്ക് നിയമ നടപടികളൊക്കെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഒരു കാര്യം ലീവ് എഴുതി കൊടുത്തിട്ട് വാ. ഞാൻ ലീവ് എഴുതി കൊടുത്തു, പക്ഷേ അവർ ലീവ് അംഗീകരിച്ചില്ല. എങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ഈ സദ്വാർത്ത ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്ന് കൊച്ചിയിൽ ആരംഭിച്ചൊരു പത്രത്തിൻ്റെ റിസർച്ച് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അതുവരെ പത്രങ്ങളിലൊന്നും അങ്ങനൊരു പോസ്റ്റില്ല. ഗവേഷക പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ കൊല്ലത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഒരു പ്ലേസ്മെൻ്റൊക്കെ തന്നു. വീട്ടിനടുത്ത് തന്നെ അവിടെ ഒരു 1-2 സഹായികളും ഉണ്ടായിരുന്നു. അത്യാവശ്യം പത്രങ്ങളിലും ഒക്കെ വരുന്ന പത്രങ്ങളിലും മാസികകളിലൊക്കെ വരുന്നതിനെ ഒരു വിശകലനാത്മകമായി ഒരു വാർത്തയും ലീഡ് ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഒരു അത്യാവശ്യം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കിയുള്ള പത്രങ്ങളിൽ വരാത്ത ഒരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ള പരിപാടി. എന്നാൽ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കിയതിനെ രവിവർമ്മയും തോമസും ചന്ദ്രശേഖരനും എല്ലാവരും ഉണ്ട്. ഏതെങ്കിലും ദിവസം ഒരു ലീഡ് ന്യൂസ് ഉണ്ടാക്കി അയക്കും. അതായിരുന്നു പ്രധാനപ്പെട്ട ജോലി. ഒരു വാർത്ത അയക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു 2 വാർത്ത അയക്കുക. അതിനപ്പുറം വലിയ ബീറ്റോ അങ്ങനെയുള്ള മറ്റുള്ള ഈ സ്ഥിരം റിപ്പോർട്ടിങ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ സെബാസ്റ്റ്യൻ വേറൊരു കൂട്ടുകാരൻ ജെറോം എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ജെറിയും കൂടെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ട്. അവർ രണ്ടുപേരും അധ്യാപകരാണ് ഇവിടെ. അന്നേരം അവർ പറഞ്ഞ ജോലിട്ട് വരുന്ന നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെൽസൺ മണ്ടേലയെ വിമോചിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഞാൻ അവന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇനിയിപ്പം വന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ഇപ്പോൾ ഭയങ്കര വെള്ളമൊക്കെ നടക്കുക, പോസ്റ്റിങ്ങൊന്നും നടക്കത്തില്ല, ഇയാൾ വാ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സദ്വാർത്തയിൽ ആ സമയത്ത് ജോലി ചെയ്യുക. സദ്വാർത്ത കേരളത്തിൽ ഞാൻ ചെന്നൊരു ചെറിയ പറഞ്ഞു, എനിക്കവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, എനിക്ക് മാത്രമല്ല എനിക്ക് സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ കള്ളമാണ്, സ്കോളർഷിപ്പൊന്നും കിട്ടിയില്ല. ഒരു മീഡിയ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉടനെ കേട്ടുകൊണ്ട് വർമ്മ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തു. വർമ്മയും ജയദീപും എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ഞാൻ ജോലി വിട്ട് വിടാം. ഞാൻ അടുത്ത ദിവസം നേരെ ഇവിടെ അന്ന് ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസ് ഉണ്ട്. എൻ്റെ പൈസയില്ല. ഞാൻ പോയി ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അന്നേരം അവനവിടെ തമ്പാന് വന്ന് ഞാൻ ഒരു ടിക്കറ്റ് യോനാസ്പർഗിലേക്ക് ഒരു ടിക്കറ്റും എടുത്ത് അടുത്ത ദിവസം ഞാൻ പോകാനുള്ള, അതായത് ഈ തീരുമാനം എടുത്ത് തൊട്ടടുത്ത ദിവസം പോകാനുള്ള പരിപാടി. പിന്നെ അന്ന് തന്നെ പാസ്പോർട്ട് അയച്ച് ഞങ്ങൾ ഡൽഹിക്ക് അയച്ചു. അടുത്ത ദിവസം തന്നെ സ്റ്റാമ്പ് ചെയ്ത് വന്നു. യാത്രയ്ക്കുള്ള ടിക്കറ്റൊക്കെ ശരിയായി. അവരിൽ നിന്ന് കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. എങ്കിലും അന്ന് അവിടെ ഡെസ്കിൽ നിന്നൊരു 25,000 രൂപ അനുവദിച്ച് തന്നു. ഞാനത് 10,000 രൂപ ഡോളറായിട്ട് വാങ്ങി. ബാക്കി അവർക്ക് ഈ ട്രാവൽ ഏജൻസി കുറച്ച് പൈസ കൊടുത്തു. ബാക്കി കുറച്ച് പൈസ ചെക്കായിട്ട് ട്രാവലേഴ്സ് ചെക്കായിട്ടും വാങ്ങി ഞങ്ങൾ നേരെ സൗത്ത് ആഫ്രിക്ക ചെന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പരിചയമില്ല. അവർ രണ്ടുപേരും ഈ പറഞ്ഞ സ്ഥലത്തെ അല്ല. ഒരാൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്തൊരു രാജ്യത്താണ്, വേറൊരാൾ സൗത്ത് ആഫ്രിക്കയുടെ തന്നെ വേറൊരു ജോനാസ്ബർഗിൽ നിന്ന് ഇവിടുന്ന് ബോംബെ പോകുന്ന ദൂരത്തിലാണ്. അവർ രണ്ടിടത്തും പോകാൻ മതി. ജോനാസ്ബർഗ് ഇറങ്ങി അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് തൊട്ടടുത്ത എയർപോർട്ടിനടുത്ത് തന്നെ ഒരു ടൗണിൽ പോയി അവിടുന്ന് ഒരു ഹോട്ടലെടുത്ത് അവിടെ താമസിച്ച് കറങ്ങിയൊക്കെ നടന്ന എല്ലാ പത്രങ്ങളും ഒരു 10-25 പത്രം അവിടെ തന്നെയുള്ള നാഷണൽ ന്യൂസ് പേപ്പറും പുറത്തുള്ള രാജ്യങ്ങളിലെ പത്രങ്ങളും എല്ലാം കൂടെ 10-20 പത്രങ്ങൾ രണ്ട് ദിവസത്തെ പത്രം തലേന്നത്തെ അന്നത്തെയും പത്രങ്ങളെല്ലാം മേടിച്ച് അന്ന് രാത്രി മുറി വന്നിരുന്ന് ഏതാണ്ട് മിക്കവാറും എല്ലാ പത്രങ്ങളും വായിച്ചു തീർത്തു. നേരം വിളക്കുന്നത് വായിച്ചു തീർത്തപ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സീനും ഇത്തെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ട് പിന്നെ ഹോട്ടലിലെ ജീവനക്കാരായ 3-4 പേരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അന്ന് നേരം വെളുത്തപ്പം തന്നെ ഞാനൊരു 2 പേജ് എഴുതി വാർത്ത നേരെ ഫാക്സ് ചെയ്ത് കൊച്ചിക്ക് അയച്ചു കൊടുക്കും. അന്ന് ഞങ്ങളുടെ പ്രതിനിധി സൗത്ത് ആഫ്രിക്കയിലെന്നും പറഞ്ഞുകൊണ്ട് ഈ വാർത്തയും ഫോട്ടോ എല്ലാം വെച്ചടിച്ചുകൊണ്ട് ഒരു വാർത്ത കൊണ്ടുവന്നു. അടുത്ത ദിവസം നേരെ എനിക്കിവിടെ സൗത്ത് ആഫ്രിക്കയിലെ 2 പ്രതിനിധികൾ നമ്മുടെ മൂസാമുള്ള CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് വന്നിരുന്നു. മൂസാമുള്ള വാർലി മൂസാമുള്ളയാണ് അന്ന് ANC-യുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സ്ഥാനപതിയും അദ്ദേഹമായിരുന്നു. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഈ എക്കണോമിക് അഫയേഴ്സ് ANC-യുടെ എക്കണോമിക് അഫയേഴ്സ് നോക്കുന്ന
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ അധികാരമുള്ള വലിയൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ കണ്ടില്ല. NCയുടെ ഓഫീസിൽ പോയി. ഒന്ന് ഷെൽ ഹൗസിലാണ് NCയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ കാണാൻ ചെന്ന് കണ്ടില്ല. പക്ഷേ ഞാൻ അവിടെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഞാനൊരു വിസിറ്റിംഗ് കാർഡ് ഇവിടുന്ന് ടൈപ്പ് ചെയ്തത് എടുക്കാൻ മറന്നു. അപ്പം അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അവിടെ ഹോട്ടലിൽ താമസ ദിവസം തന്നെ മേടിച്ചിരുന്നു. അതും അവിടെ കൊടുത്തിട്ട് അവിടെ ഇന്ന് മൊബൈൽ ഫോണില്ലെങ്കിലും ഹോട്ടലിൻ്റെ നമ്പരും ഒരു പേജർ കിട്ടി. പേജർ എന്ന് പറയുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. പേജറിൻ്റെ കോഡും അതിനകത്ത് കൊടുത്തിരുന്നു. ഞാൻ മുറിയിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പേജറിൽ വാർലി മൂസയുടെ മെസ്സേജ് വന്ന്, ജോർജ് എവിടെയാണ്, ഞാൻ എന്നെ താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം പറഞ്ഞിങ്ങനെ കാൾട്ടൺ ഹോട്ടലിലാണ് നമ്മുടെ നാളെ മണ്ടേലയുടെ പത്രസമ്മേളനമുണ്ട്, അവിടെ വരണമെന്ന്. ഞാൻ അവിടെ ചെന്നും കാൾട്ടൺ ഹോട്ടലിലെ പത്രസമ്മേളനമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറയാൻ സാധിക്കും, കാര്യം ചെയ്യുന്നെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സുബിത നമ്മുടെ മീഡിയ കമ്മീഷണറാണ്, അദ്ദേഹത്തെ പോയി കാണാൻ പോകും. ഞാൻ സുബിതയെ പോയി കണ്ടപ്പോൾ അവിടുത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരിയും അവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അവർ എന്നെ പറഞ്ഞു, യു ക്യാൻ യൂസ് മൈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വലിയൊരു ഓഫീസും ഒരു സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തി. ഏത് സമയത്തും വന്ന് ഇവിടുന്ന് ഫാക്സ് അയക്കാം, എവിടെ വേണമെങ്കിലും എൻ്റെ ഏതെങ്കിലും വാഹനം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു. അങ്ങനെ അവർക്കവിടെ ഒരു മീഡിയ റിസർച്ച് സെല്ലുണ്ട്. ആ മീഡിയ റിസർച്ച് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പം ദേശാഭിമാനി ആയാലെങ്കിലും മാതൃഭൂമി ആണെങ്കിലും വാർത്ത കൊടുക്കുന്നതിന് നമുക്കൊരു നിയന്ത്രണമില്ല. ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ഇടതുപക്ഷത്തിലോട്ട് ചാഞ്ഞ് വാർത്ത കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ നമുക്ക് പക്ഷപാതത്തെ എത്ര കാണിക്കുന്നു എന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കോ അല്ലെങ്കിൽ പത്രത്തിനോ തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കമ്മീഷൻ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യണം. ഒരു പത്രം, സ്റ്റാർ പത്രം എത്രയാണ് വാർത്ത, ഏത് പാർട്ടിയോടാണ് കൂടുതൽ അവരുടെ വാർത്തകൾക്ക് ചായ്വ് എന്നുള്ള സ്ലാൻഡ് എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യാനായിട്ടൊരു ടീമുണ്ട്. ആ ടീമിനകത്ത് എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ സ്ഥിരമായി ഒരു ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് അവിടെ പോവാം. അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ വാർത്ത അവർ കോളം വരെ വരച്ച് അളന്നിട്ടാണ് ഏത് ANC കൂടുതൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കോളം എത്ര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടാണ് ആ ടീം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവർക്ക് ഈ കമ്മീഷന് വാൺ ചെയ്യാം, അവരടുത്ത് വാൺ ചെയ്യാം, നടപടികളൊക്കെ സ്വീകരിക്കാൻ പറ്റും. അത്രമാത്രം അധികാരമുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് മീഡിയ കമ്മീഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇൻഡിപെൻഡൻറ്റ് മീഡിയ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ലേഡിയുടെ പേര് സുബൈദ ജാഫർ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഒരു ചെറിയ വേരുകളുണ്ട് ഗുജറാത്തിൽ. എന്നിട്ട് ഞാൻ ഒരു ദിവസം സുബൈദ മാഡത്തിനെ കണ്ടപ്പം എൻ്റെ ഇരുന്ന ഗാന്ധിയുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. ഞാനിതിനെക്കുറിച്ച് ഒരു സംസാരിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എൻ്റെ കയ്യിലുണ്ട്. ജോർജ് നാളെ പ്ലീസ് ബ്രിങ് മീ ദാറ്റ് കോപ്പി അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞ് നാളെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വരുന്നുണ്ട്, നിങ്ങളെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കേപ്പ് ടൗണിലേക്ക് വിടാം. കേപ്പ് ടൗണിൽ അദ്ദേഹത്തിന് വലിയ വൈൻ ഫാക്ടറി ഉണ്ട്, ഞങ്ങളുടെ വൈൻ യാർഡൊക്കെ സന്ദർശിക്കാം, അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പുള്ളിക്കാരൻ അവിടെ നിങ്ങളെ അത്യാവശ്യം യാത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ട്രെയിൻ കയറി നേരെ കേപ്പ് ടൗണിൽ ചെന്നപ്പോൾ എന്നെ കാത്തിരുപ്പുണ്ടായിരുന്നവർ. ഞാൻ അവരുടെ ആദ്യത്തെ സ്വീകരിച്ച് 2 ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ അവരുടെ വൈൻ യാർഡൊക്കെ സന്ദർശിച്ചു. അടുത്ത ദിവസം വീണ്ടും ഞാൻ ഈ ജോനാസ്ബർഗിലേക്ക് തിരിച്ചു വന്ന് എനിക്കവിടെ അപ്പോഴേക്കും വാർലി മൂസ എനിക്ക് അവിടെ സൗദി അറേബ്യ നടക്കാൻ യാത്ര ചെയ്യാനും പത്രപ്രവർത്തനം നടത്താനുള്ള അക്രഡിറ്റേഷനും ഐഡൻറ്റിറ്റി കാർഡൊക്കെ ശരിയാക്കി തന്നിരുന്നു. അത് ഉപയോഗിച്ച് ആ സമയത്ത് ടോൾസ്റ്റോയ് ഫാമും സന്ദർശിച്ചു. ഗാന്ധിജി അവിടെ താമസിച്ചിരുന്ന ടോൾസ്റ്റോയ് ഫാമും അതിൻ്റെ പരിസരങ്ങളിലും പോയി ഒരു ദിവസം അവിടെ മുഴുവൻ യാത്ര ചെയ്തു. അതിനുശേഷം ഉംറ്റാറ്റ ഈ നെൽസൺ മണ്ടേലയുടെ ജന്മസ്ഥലത്തിൽ പോയി ഒരുവിധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത പീരീഡിൽ തന്നെ സന്ദർശിക്കുകയും ഈ ഇൻഡിപെൻഡൻറ്റ് മീഡിയ കമ്മീഷൻ്റെ ഓഫീസിലും അതുപോലെ തന്നെ ഈ റിസർച്ച് ടീമിലും വർക്ക് ചെയ്യുകയും ആ സമയത്ത് തന്നെ അവിടെ നടന്നിട്ടുള്ള പല ഒപ്പീനിയൻ പോൾ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെടാനും കഴിഞ്ഞു.
കഴിഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ടുകളും സ്ഥിരമായി ഈ പിന്നെ സദ്വാർത്തയ്ക്ക് ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്ററിനും അയച്ചു കൊണ്ടുവരുന്നു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ANC മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ഇതിനിടയ്ക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ ടാബോ എംബേക്കി പിന്നെ ജയശീലൻ നായിഡു ഇവരെല്ലാം ഇവിടെ നെൽസൺ മണ്ടേലയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. വാർലി മൂസയ്ക്ക് അംഗത്വം മന്ത്രിസഭ ചേരാൻ കഴിയുമായിരുന്നെങ്കിലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ഇനി പാർട്ടി പ്രവർത്തനം കുറേ ആൾ കൂടെ തുടരേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചേർന്നില്ല. പക്ഷേ അന്ന് പരിചയപ്പെട്ട പല നേതാക്കന്മാരും അന്ന് മന്ത്രിസഭയിലായിരിക്കുകയും ജയശീലൻ നായിഡു അന്ന് അവിടുത്തെ ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററായിരുന്നു, കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായിരുന്നു. അപ്പം ജയശീലൻ നായിഡു ഇന്ത്യൻ പിന്നെ പിതാക്കളുടെ മകനാണ്, പിന്നെ രക്ഷാകർത്താക്കളുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ താബോ എംബോക്കിയും നല്ല സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവർ നിർബന്ധിച്ചു, ഒരു കാര്യം ചെയ്യും, ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം. പക്ഷേ ആ സമയത്ത് എനിക്ക് വീട്ടിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാര്യയെന്ന് എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ളൊരു സമയത്തിലാണ്, അദ്ദേഹം ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ട് പോകണം, പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തിരിച്ച് പോരേണ്ടി വന്നു. പക്ഷേ ആ എക്സ്പീരിയൻസിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഒരിക്കൽ ഞാൻ മണ്ടേലയുടെ പല മീറ്റിങ്ങുകളും പല പത്രസമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു പത്രസമ്മേളനം വിജയം കഴിഞ്ഞതിന് ശേഷം മണ്ടേല ഒരു വിക്ടറി പാർട്ടിക്ക് തൊട്ട് മുമ്പായിട്ടൊരു പത്രസമ്മേളനം കാൾട്ടൺ ഹോട്ടലിൽ വെച്ച് തന്നെ നടത്തിയപ്പോൾ ഒരു മന്ത്രിസഭയുടെ രൂപീകരണ സമയത്ത് എല്ലാവർക്കും ചോദിക്കാം. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഇങ്ങനെ ആളുകൾ വലിയ ബഹളമൊന്നുമില്ല. ഒരാൾ നമ്മൾ കൈ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് പെർമിഷൻ കൊടുക്കും. അങ്ങനെ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ കൈ കാണിച്ചു. എനിക്ക് ഞാൻ ശ്രദ്ധിക്കത്തു, പക്ഷേ ബാക്കി എല്ലാവരും എന്നെ നോക്കുന്നതുകൊണ്ട് എനിക്കാണ് പെർമിഷൻ കിട്ടിയതെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചത് അന്നത്തെ ഭരണഘടന അനുസരിച്ചിട്ട്, അവിടെ റിലീസ് ചെയ്ത ഭരണഘടന അനുസരിച്ചിട്ട് ഏത് പാർട്ടിക്കാണെങ്കിലും പിന്നെ 5% വോട്ട് കിട്ടിയ ഒരാൾക്ക് മന്ത്രിസഭയിൽ നാഷണൽ ഗവൺമെൻറ്റാണ്, എല്ലാ പാർട്ടിക്കും അംഗീകാരമുള്ള ഒരു സർക്കാരാണ്. അതായത് അന്ന് 70% സീറ്റ് ANCക്ക് കിട്ടിയുള്ളതുകൊണ്ട് ANCക്കാണ് 70% മന്ത്രിസഭയിലെ സ്ഥാനം, ആനുപാതികമാണ്. മൊത്തം 30 സീറ്റുണ്ടെങ്കിൽ 30ൻ്റെ 70%ആണ് ANCക്കുള്ളത്. പിന്നെ മറ്റേ ഇൻഡിപെൻഡൻറ്റ് ഫ്രീഡം പാർട്ടിക്ക് അതിന് 20% വോട്ടാണ് കിട്ടുന്നത്. അവർക്ക് 2-3 മന്ത്രിസഭ. ബാക്കിയുള്ളവർക്കെല്ലാം 2%, 1% ഒക്കെയാണ് സീറ്റ് കിട്ടുന്നത്, 3% ഒക്കെയാണ് വോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്കാർക്കും മിനിമം 5% ഇല്ലാത്തവർക്ക് ആർക്കും മന്ത്രിസഭയിൽ സ്ഥാനമില്ല. പക്ഷേ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8%-ഓളം സീറ്റ്, 9% ഉണ്ട്. ഞാനൊരു ചോദിച്ചു, ഇഫ് നോൺ ഈസ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് minimum 5% to get a berth in ministry, if that the minor parties come into an alliance and ask for a berth, do Mandela permit a seat for them? And that's a good question. We didn't think about that. We can think about. പക്ഷേ നമ്മളാ ചോദിച്ച ചോദ്യത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ മണ്ടേല ഇവരുടെ ഐക്യമുന്നണി ഉണ്ടാക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും അതിലെ ഒരാൾക്ക് അവിടെ മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കാനും കഴിഞ്ഞു. അതൊരു ഒരു സന്തോഷകരമായ എനിക്കൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ASFയിൽ എനിക്ക് ആവശ്യത്തിനുള്ള ബോംബുകളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് അവർ പുറത്താക്കുന്നതിന് ഉള്ള നോട്ടീസൊക്കെ അയച്ചു. അതായത് അനുവാദമില്ലാതെ പുറത്തു പോയി പിന്നെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു രക്ഷയില്ല, ഞാനിങ്ങനെ വാദിച്ച് അവരുടെ അടുത്ത് അവസാനം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അവിടുത്തെ തന്നെ ഒരു സീനിയറായിട്ടുള്ളൊരു റീജിയണൽ മാനേജറെ അദ്ദേഹം അന്വേഷണ കമ്മീഷനൊക്കെ നടത്തിയിട്ട് ഇദ്ദേഹം വലിയ കുഴപ്പക്കാരനാണ്, അതിനെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്ത് ആഫ്രിക്കയിലോ എവിടെയെങ്കിലും നാട് കടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് രക്ഷകനായിട്ട് വന്നത് അന്നും RS ബാബുസാഹിബിൻ്റെ വീടിനടുത്താണ് ഞാനും ഭാര്യയെന്ന്, കുടുംബ വീടിനടുത്താണ് ഞങ്ങളെന്ന് കൊല്ലത്ത് താമസിക്കുന്നത്. ബാബുസാഹിബ് എന്നെ അടുത്ത് പറഞ്ഞു, ചോദിട്ട് എന്തോ ഇന്ന്? ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല.
ഇപ്പം കമ്പനിയിലൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇപ്പം പോകുന്നില്ല, കുറേ ആയി KSFയിൽ പോയിട്ട്. ഞാൻ കാര്യം തുറന്നു പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ ഒരു പിന്നെ മാധ്യമ പ്രവർത്തനത്തിന് ചെയ്യാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് അവിടെ ഒരു ശരിയാക്കി തരണം, നോക്കാം. അങ്ങനെ ഞാൻ ഒന്നും സുശീലഭവൻ സഹാവിനെ കാണുകയും അദ്ദേഹം അന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തരികയും ഞാനവിടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അഡീഷണൽ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് മീഡിയ അഫയേഴ്സ് ആണ് എൻ്റെ ചുരുക്കത്തിൽ. അങ്ങനെ അവിടെ ഒരു കുറേ നാൾ ജോലി ചെയ്ത സമയത്ത് ആണ് ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങനെ KSFE സസ്പെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മന്ത്രി തന്നെ നേരിട്ട് ഫയൽ വരുത്തുകയും അതിൻ്റെ അപാകങ്ങൾ കണ്ടുപിടിച്ചിട്ട്, അല്ലാതെ അന്യായമായിട്ടൊന്നും ചെയ്തില്ല, അപാകങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം പരിശോധിച്ചിട്ട് അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ട് എഴുതി. പക്ഷെ പരിശോധിച്ച് ഉടനെ തന്നെ ബോർഡ് എനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം പിൻവലിച്ച് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ആ സർവീസ് തന്നെ സെക്രട്ടേറിയറ്റിലെ സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് അംഗീകരിച്ചു. അങ്ങനെ കുറേ നാൾ ജോലി ചെയ്തു. അദ്ദേഹത്തിന് മന്ത്രിക്ക് അസുഖമാവാതെയായി തുടങ്ങുന്നത് വരെ ഞാൻ ഏതാണ്ട് കൂടെ തന്നെ ജോലിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസഭ പുറത്തു പോയിരുന്ന സമയത്തിനും കുറച്ച് നാൾ മുമ്പ് ഞാൻ തിരിച്ച് വീണ്ടും KSFയിൽ ജോയിൻ ചെയ്ത സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ പത്രപ്രവർത്തനത്തിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും ചില ഓഫറുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ദൂരദർശനിലും ആൾ ഇന്ത്യ റേഡിയോയിലും ഒക്കെ ചില അത്യാവശ്യം പ്രഭാഷണങ്ങൾ നടത്താനും ചില ഇൻ്റർവ്യൂ നടത്താനും ഒക്കെ എന്നെ ക്ഷണിക്കുമായിരുന്നു. എൻ്റെ കുറേ സുഹൃത്തുക്കൾ 2 മാധ്യമങ്ങളിലും ജീവനക്കാരായതുകൊണ്ട് കിട്ടിയ ഒരു ആനുകൂല്യമാണ്. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയങ്ങളിലെല്ലാം കലാമതിയിലെ ജയചന്ദ്രൻ സാറും അവിടെ ഉണ്ടായിരുന്ന മിക്ക ആളുകളും എന്നെയായിട്ട് ബന്ധപ്പെടുകയും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് KSFയിൽ ഇരിക്കുമ്പോൾ തന്നെ സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക, അതിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് 10ഓളം തെരഞ്ഞെടുപ്പുകളിൽ, പാർലമെൻറ്റും അസംബ്ലിയിലും തെരഞ്ഞെടുപ്പുകളിൽ ഈ തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ടുകൾ ഞാൻ കലാമതി വഴിയും കേരള ശബ്ദം വഴിയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 12ഓളം സർവേകൾ നടത്തിയിട്ടുണ്ട്, 12 എണ്ണം. അതിൽ ഏതാണ്ട് 8 സർവേകളും നല്ല വിധത്തിൽ തന്നെയാണ് എൻ്റെ സർവേ റിപ്പോർട്ടിന് ആനുപാതികമായി തന്നെയാണ് ഇലക്ഷൻ റിസൾട്ടും വന്നിട്ടുള്ളത്. പിന്നെ 1-2 വലിയ തെറ്റും സംഭവിച്ചിട്ടുണ്ട്. ഒരു തെറ്റ് സംഭവിച്ചത് ഈ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളൊരു ഇലക്ഷൻ സർവേ നടത്തി അന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഞങ്ങൾ പിന്നെ കേരളത്തിലെയും ഈ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയം LDFന് മേൽക്കൈ ഉണ്ടെന്നുള്ള രീതിയിലാണ് വെച്ചെടുത്തത്. പക്ഷേ ഈ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഉണ്ടായ തരംഗത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ട് പൂർണ്ണമായും നേരെ ഘടകവിരുദ്ധമായ റിസൾട്ടാണ് വന്നത്. അങ്ങനെ ചില അനുഭവങ്ങളും ഈ സർവേയിൽ റിസർച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ KSFയിൽ നിന്ന് ഈ ഓഡിറ്റ് മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തതിന് ശേഷം അവിടുത്തെ അനുഭവങ്ങൾ വളരെ തിക്തമായിരുന്നു. പക്ഷേ അത് മാധ്യമമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അത് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ആ സമയത്ത് തന്നെ എനിക്ക് 1-2 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കിട്ടുകയുണ്ട്. ഒന്ന്, ഈ തിരുവനന്തപുരത്തെ നമ്മുടെ രാജ്മോഹൻ സാർ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ ആ പീരീഡിൽ തന്നെയാണ് നമ്മുടെ ഈ പിന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമാനമായിട്ട് തന്നെ ഒരു മലിനീകരണ നിയന്ത്രണ സംവിധാനവും ഈ കേരള സർക്കാരിൻ്റെ കീഴിലുണ്ടായി. ആ സമയത്ത് തിരുവനന്തപുരത്തെ സിറ്റിയിലെ മാലിന്യങ്ങളുടെ ഒരു പഠനം നടത്താൻ എന്നെ ഏൽപ്പിച്ചു. ആ മാലിന്യങ്ങളുടെ പഠനം വളരെ വിശദമായി എല്ലാ വീടുകളിലെയും മാലിന്യങ്ങളുടെ സ്രോതസ്സിൻ്റെ അളവും മാലിന്യങ്ങൾ ജൈവമാലിന്യങ്ങളും അജൈവമാലിന്യങ്ങളും എത്രമാത്രം ഉണ്ടെന്നുള്ളത് രേഖപ്പെടുത്തി ഒരു സർവേ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തു. അതിൻ്റെ ശുപാർശകൾ കോർപ്പറേഷന്
ഒരു പരിധിവരെ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പല റിപ്പോർട്ടുകളും പലരെയും കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ആ റിപ്പോർട്ടും ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഇപ്പോഴത്തെ ഹരിതകർമ്മസേനയുടെ രൂപീകരണത്തിനും സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണത്തിനൊക്കെ ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ട് എൻ്റേതുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എഡി പ്രസ് എന്നുള്ളൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ കാര്യവട്ടത്തെ 500 വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ സർവേ നടത്തിയത്. അതിനുശേഷം 1-2 മാധ്യമമായിട്ട് ബന്ധപ്പെട്ട സർവേകളും എനിക്ക് കിട്ടിയിരുന്നു. ഒരു സർവേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മാധ്യമത്തിൻ്റെ പേരെടുത്ത് പറയാം, എങ്കിലും ഒരു മീഡിയം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഈ മീഡിയ ഹാബിറ്റ് ഓഫ് മലയാളീസ് എന്ന് പറഞ്ഞൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേക്കും യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലും ഉള്ള ഒരു 500ഓളം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് കേരളത്തിലെ ഒരു 10,000 പേരെ നേരിട്ട് കണ്ട് അവരുടെ സർവേ റിപ്പോർട്ട് തയ്യാറാക്കി ആ മീഡിയയ്ക്ക് കൊടുത്തിരുന്നു. എങ്ങനെയാണ് കേരളത്തിൻ്റെ മീഡിയ ഹാബിറ്റ്, എങ്ങനെയാണ് മലയാളികളുടെ ഹാബിറ്റ് എങ്ങനെയാണെന്നുള്ളത് സർവേ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ 1900 അത് കുറച്ചും കൂടെ പിന്നിലേക്ക് പോവുക, 83 ഞാനൊരു സർവേയിൽ പങ്കാളിയായി. എൻ്റെ അല്ല എങ്കിലും അത് ഈ അന്നത്തെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്തെ എയർപോർട്ടിലെ യാത്രക്കാരുടെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചൊരു സർവേ നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ സർവേയാണത്. ആ സർവേൻ്റെ ഒരു പങ്കാളിയാവാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരെ ഞാനും അന്നത്തെ ഞങ്ങളുടെ വകുപ്പിലുണ്ടായിരുന്ന അധ്യാപകനായ വിജയകുമാർ സാറും കൂടെ ചേർന്നിട്ടാണ് തയ്യാറാക്കി കൊടുത്തത്. അതിൽ ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാൾ പ്രേം നസീറാണ്. അദ്ദേഹത്തിന് ഞാനൊരു യാദൃച്ഛികമായിട്ടൊരു യാത്രക്കാരനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് അപ്രോച്ച് ചെയ്യുക, എന്നെ വിളിച്ചടുത്തിരുത്തി എന്താണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്നൊക്കെ ചോദിച്ചു. ഞാനെൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ക്വസ്റ്റ്യർ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സാധാരണഗതിയിൽ ആളുകളടുത്ത് ചോദിച്ചെഴുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം എൻ്റെ നിന്ന് ചോദ്യാവലി മേടിച്ച് അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി തരികയും എൻ്റെ ഐഡൻറ്റിറ്റി ലെറ്ററിൻ്റെ മറുവശത്ത് എനിക്ക് ബെസ്റ്റ് വിഷസ് എന്ന് എഴുതി ഒപ്പിടുകയും ഞാനിപ്പോഴും അത് വളരെ സന്തോഷത്തോടെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉള്ള മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു സർവേയിൽ പങ്കാളിയാവാൻ എനിക്ക് കഴിഞ്ഞു. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഈ 5 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എടുക്കേണ്ട ഈ 3 ഘട്ട ഈ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടികളെ കുറിച്ചുള്ള സർവേ. ഞാൻ ഏതാണ്ട് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ 180ഓളം PHCകളിൽ നേരിട്ട് പോയി സർവേ നടത്തി. ഞാനും എൻ്റെ കൂടെ 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു, 1-2 ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല പഞ്ചായത്തുകളിലെയും ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ അതാത് PHCകൾക്കും ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കഴിയുകയും ഇപ്പോഴത്തെ ഹെൽത്ത് മിഷൻ പോലും അന്ന് ഞങ്ങൾ തയ്യാറായി കൊടുത്തേക്കുന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ അടുത്ത കാലത്തായി കേരള മീഡിയ അക്കാഡമിയിൽ എനിക്ക് 2 അവസരങ്ങൾ കൂടി കേരള മീഡിയ അക്കാഡമിയിൽ കിട്ടി. ആദ്യമായി കിട്ടിയ അക്കാഡമി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു മീഡിയ ക്ലബ്ബ് ഉണ്ടാക്കുന്നതിന് ഒരു തീരുമാനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മീഡിയ അക്കാഡമി ഡയറക്ടർ ബോർഡിൽ നിന്നും ഉണ്ടായി. അതിൽ നിയോഗം ആദ്യമായിട്ട് അദ്ദേഹം ഒരു മീഡിയ ക്ലബ്ബ് ഉണ്ടാക്കണമെന്നുള്ള ഒരു അവസരവും അതിനുള്ള ഒരു നിർദ്ദേശവും എന്നെയാണ് യഥാർത്ഥത്തിൽ മീഡിയ അക്കാഡമി ചെയർമാനും ഇവിടുത്തെ ഡയറക്ടർ ബോർഡും എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനങ്ങനെ 1 വർഷത്തോളം കേരളത്തിലെ മിക്ക ജില്ലകളിലും ഈ മീഡിയ ക്ലബ്ബുകളുടെ സാന്നിധ്യം ഉണ്ടാക്കാനും മീഡിയ ക്ലബ്ബുകൾ രൂപീകരിക്കാനും തയ്യാറായി. എൻ്റെ ബയോയും പ്രിൻസിപ്പലും എൻ്റെ ഭരണഘടനയെല്ലാം ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ ആരംഭിച്ചു. കുറേ ക്വിസ് കോമ്പറ്റീഷൻ
കുട്ടികളുള്ള കലാപരിപാടികൾ, കലാമത്സരങ്ങളൊക്കെ നടത്തി. അതിൻ്റെയൊക്കെ ഒരു നല്ല നിലയിൽ ആ ഒരു വർഷം മുന്നോട്ട് പോയെങ്കിലും പിന്നെ അതിനൊരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഇതേ രീതിയിൽ വളരെ ഗംഭീരമായി ഈ മീഡിയ ക്ലബ്ബ് പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്തിയതുകൊണ്ട് മീഡിയ അക്കാഡമിയുടെ പ്രവർത്തനം അതിനോടൊപ്പം പോകുന്നതുകൊണ്ട് വ്യത്യസ്തമായി ഈ മീഡിയ ക്ലബ്ബ് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും അത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അടുത്ത കാലത്ത് മീഡിയ അക്കാഡമി കിട്ടിയ മറ്റൊരു റിസർച്ച് പ്രോഗ്രാമാണ് ഈ സംസ്ഥാനത്തെ ഈ സൂക്ഷ്മ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ഇടയ്ക്ക് അവരുടെ ജീവിതാവസ്ഥയെ മനസ്സിലാക്കുന്നതിനുള്ളൊരു സർവേ നടത്തുന്നതിനുള്ളൊരു ഉത്തരവാദിത്വം മീഡിയ അക്കാഡമി എന്നെ ഏൽപ്പിച്ചു. അത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മീഡിയ അക്കാഡമി ഏൽപ്പിച്ച ഒരു കമ്മീഷൻ്റെ വർക്കായിരുന്നു. പക്ഷേ ആ ചുമതല ഞാൻ മീഡിയ അക്കാഡമി വിദ്യാർത്ഥികളുമായി ചേർന്ന് സംസ്ഥാന വ്യാപകമായി ഈ ന്യൂനപക്ഷ സമൂഹങ്ങളെ കണ്ടെത്തുന്നതിനും അവരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുന്നതിനും ഒരു സർവേ കഴിഞ്ഞ 3 മാസമായി നടത്തി. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കരടിപ്പം മീഡിയ അക്കാഡമിക്കും ന്യൂനപക്ഷ കമ്മീഷനും സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഉടനെ തന്നെ സമർപ്പിക്കാമെന്നുള്ള ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിൽ പ്രധാനമായും ഞങ്ങൾക്ക് മനസ്സിലായത് കേരളത്തിൽ പല മതന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും അതിസൂക്ഷ്മമായ 4 ന്യൂനപക്ഷങ്ങളാണ് അവർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന. ഒന്ന് പാഴ്സി, പിന്നെ സിഖ്, ജൈന, ബുദ്ധമതങ്ങളിൽപ്പെട്ടവരാണ് ഈ സൂക്ഷ്മ മതന്യൂനപക്ഷങ്ങൾ. അവരുടെ ജീവിതാവസ്ഥയാണ് ഞങ്ങൾ ഈ പഠനത്തിന് വിധേയമാക്കിയത്. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും അതിന് സമർപ്പിക്കുന്നതിനും എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനായ ശ്രീ മുരുകൻ, അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സർവേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് സർവേ എന്ന് പറഞ്ഞ് നടത്തുന്നത് ഈ എൻ്റെ നേതൃത്വത്തിൽ കാര്യവട്ടത്തെ ഈ മാധ്യമ വിദ്യാർത്ഥികളും പൊളിറ്റിക്സ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് ഞങ്ങൾ നടത്തുന്നത്. ഞാനും ഞങ്ങളുടെ പല സുഹൃത്തുക്കളും അവിടെ ക്യാമ്പസിൽ നടന്ന ഇലക്ഷനിൽ അന്ന് ഈ പാർട്ടി അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആദ്യ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ 2 ഗ്രൂപ്പുകളുണ്ട്. 2 ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് ഒരു പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നും പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കര വാശിയാണ്. ആരജിക്കുന്ന പ്രവചനാതീതാണ് എപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഷാജി വിക്രമ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ സർവേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു 5 കുട്ടികളെ കണ്ടൊരു സർവേ ഞങ്ങൾ നടത്തി. ഞങ്ങളൊരു അന്നത്തെ ഒരു വാൾ ന്യൂസ് പേപ്പറുണ്ട് അവിടെ. വാൾ ന്യൂസ് പേപ്പറിൽ ഞങ്ങളുടെ സർവേ റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് ഏതാണ്ട് അതിന് തുല്യമായ രീതിയിൽ അതേ സീറ്റുകൾ തന്നെ 2 മുന്നണികൾക്കും കിട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സർവേയിലെ ഒരു തുടക്കം. ഇതിപ്പോൾ അതിനുശേഷം ഞാൻ ഈ കലാകൗമുദിയായിട്ട് ചേർന്നിട്ട് നിരവധി സർവേകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് സർവേകളുടെ പെരുമഴയാണ് നടക്കുന്നത്. എല്ലാ പത്രങ്ങളും നടത്തുന്നുണ്ട്, എല്ലാ TV ചാനലുകളും നടത്തുന്നുണ്ട്, എല്ലാ ഓൺലൈൻ പത്രങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തുന്നുണ്ട്. ചില മാധ്യമങ്ങൾ പേരെടുത്ത് പറയുന്നില്ല, ചില മാധ്യമങ്ങൾ ഓരോ ദിവസവും സർവേ നടത്തുന്നുണ്ട്. നടത്തിയിട്ട് അവർ ഇന്നത്തെ കക്ഷിനില എന്നുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും യഥാർത്ഥത്തിൽ വലിയ ശാസ്ത്രീയത നമുക്ക് കാണാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് സർവേയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെങ്കിലും റിസൾട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം തെറ്റാണെങ്കിലും അവരെല്ലാം ഇതിൽ നിന്നും പിൻവാങ്ങിയിരിക്കും. അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാൻ ആരും തന്നെ മെനക്കെടാറില്ല. ആരുടെ സർവേ വിജയിച്ചു, ആരുടെ സർവേ പരാജയപ്പെട്ടു എന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം കഴിഞ്ഞ 30 വർഷമായി നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പിന് 2 ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന കാണാം. ആ 2 ഘടകങ്ങൾ നമുക്ക് അളക്കാനോ വിലയിരുത്താനോ കഴിയുമെങ്കിൽ കൃത്യമായി പ്രവചിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസി ആൻഡ് ചേഞ്ച്, അതായത് നിലനിന്ന് പോകലും മാറ്റവും. അത് എത്രമാത്രം സീറ്റുകൾ അല്ലെങ്കിൽ എത്രമാത്രം
സ്ഥാനങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും നിലനിർത്തുമെന്ന് ആദ്യം വിലയിരുത്തുക. ഏതെല്ലാം മണ്ഡലങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ വിലയിരുത്തുക. ഈ മാറ്റം ഉണ്ടാകുന്ന മണ്ഡലങ്ങളിലെ മാറ്റത്തിൻ്റെ തോത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എത്രമാത്രമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് 2 തിരഞ്ഞെടുപ്പുകളിൽ, തൊട്ടടുത്തുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമാവുകയും വേറെ മുന്നണിക്ക് എതിരാവുകയും തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചുമാണ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര വോട്ട് പരസ്പരം മാറിയിട്ടുണ്ടെന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകളുടെ ചേഞ്ചിനെയാണ് നമ്മൾ അത് ഷിഫ്റ്റ് അല്ലെങ്കിൽ സ്വിങ് എന്ന് പറയുന്നത്. അതായത് വ്യതിയാനം, വോട്ടിംഗ് വ്യതിയാനം ഏതൊക്കെ മണ്ഡലങ്ങളിൽ വ്യതിയാനപ്പെടുന്ന മണ്ഡലങ്ങൾ ആദ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് അടിസ്ഥാന തത്വം. കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 40 മണ്ഡലങ്ങളിലാണ് സാധാരണ അസംബ്ലിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ 40 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് വ്യതിയാനം പൂർണ്ണമായും രേഖപ്പെടുത്തുന്നത്. ശക്തമായ തിരഞ്ഞെടുപ്പ് വ്യതിയാനം ഉണ്ടാകുന്ന 20 മണ്ഡലങ്ങളിലാണ്. ഈ 20 മണ്ഡലങ്ങൾ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും. ആ മണ്ഡലങ്ങളിൽ നമ്മൾ സർവേ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സംസ്ഥാന വ്യാപകമായി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് വെറും 12 അല്ലെങ്കിൽ 14 മണ്ഡലങ്ങൾ കൂടുതൽ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സർവേ നടത്തേണ്ട കാര്യമില്ല. ആ മണ്ഡലങ്ങളിൽ നമ്മൾ കൃത്യമായി സർവേ നടത്തുകയും അതിന് ഒരു പ്രത്യേക തത്വം, അതായത് പോപ്പുലേഷൻ്റെ ആളുകളിൽ നമ്മൊരു സാമ്പിളിംഗ് മെത്തേഡുണ്ട്. ആ മെത്തേഡിലൂടെ തന്നെ നമ്മൾ ആളുകളെ കാണുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും വോട്ടർമാരുടെ ഒരു പരിച്ഛേദം നമുക്ക് കിട്ടും. ആ പരിച്ഛേദം കണ്ടെത്തുന്നതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നൊരു തത്വമാണ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുകളാക്കുക, തട്ടുകൾ. ഉദാഹരണത്തിന് ഒരു തട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു തട്ട്, പുരുഷന്മാരുടെ ഒരു തട്ട്, പ്രായമായവരുടെ ഒരു തട്ട്, പ്രായം കുറഞ്ഞവരുടെ ഒരു തട്ട്, വിദ്യാർത്ഥികളുടെ ഒരു തട്ട്, തൊഴിലന്വേഷകരുടെ തട്ട്, അങ്ങനെയുള്ള ഒരു 10ഓ 20ഓ തട്ടുകളാക്കി നമ്മൾ ഈ ആളുകളെ മുഴുവൻ തരംതിരിക്കുക. എന്നിട്ട് ഓരോ തട്ടിനും പ്രാധാന്യം ഉണ്ടാകുന്ന വിധത്തിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പം ഒരു മണ്ഡലത്തിലെടുക്കുകയാണെങ്കിൽ പിന്നെ അസംബ്ലി മണ്ഡലത്തിലാണെങ്കിൽ ഒരു 200 അതിലധികം ബൂത്തുകളുണ്ടാവും. പാർലമെൻറ്റിലാണെങ്കിൽ ഏതാണ്ട് 1500-നടുത്ത് ബൂത്തുകളുണ്ടാവും. ഈ 1500 ബൂത്തുകളിലും പോയി നമുക്ക് സർവേ നടത്താൻ കഴിയില്ല. അല്ലെങ്കിൽ അസംബ്ലിയിലാണെങ്കിൽ നമുക്ക് 160 മണ്ഡലം പിന്നെ ബൂത്തുകളിലും പോയി സർവേ നടത്താൻ കഴിയില്ല. നമ്മളൊരു പക്ഷേ 16ഓ 12ഓ അല്ലെങ്കിൽ ചിലപ്പം 10ഓ ചിലപ്പോൾ 5ഓ ഒക്കെ ആയിരിക്കും നമ്മളൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ബൂത്തുകളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ബൂത്തുകളെ തിരഞ്ഞെടുക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ബൂത്ത് തലത്തിൽ നമുക്ക് ഇന്ന് വോട്ടിംഗ് ഡീറ്റെയിൽസ് അവൈലബിളാണ് സൈറ്റിൽ. അത് കൂടുതൽ നാൾ നിൽക്കത്തില്ല. ഒരു വർഷം വരെ ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് തലത്തിലുള്ള വോട്ടുകൾ സൈറ്റിൽ നിലനിർത്തുള്ളൂ. അന്നേരം ബൂത്ത് തലത്തിലുള്ള വോട്ടുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ശേഖരിച്ച് വെച്ചിട്ട് ഈ 2 തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 3 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സിങ് ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിലെ ബൂത്തുകളെ തിരഞ്ഞെടുത്തിട്ട് ആ ബൂത്തുകളിലേക്കാണ് ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോകുമ്പോഴും നമ്മളൊരു നിർദ്ദേശം കൊടുത്താണ് വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വീടുകളിലും കയറേണ്ടതില്ല. നിങ്ങൾ പോകേണ്ടുന്നത് 1, 10, 20 അല്ലെങ്കിൽ 1, 11, 21 അങ്ങനെയുള്ള ഒരു റാൻഡം നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ വീട്ടിലൊരു അന്വേഷണം പോയി ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 21ാമത്തെ വീട്ടിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ 41ാമത്തെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ആളില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കയറാൻ പാടില്ല. ഇയാൾ വീണ്ടും 61 എന്നുള്ള നമ്പറിൽ പോകും. അങ്ങനെ ഇയാൾ 1200 പേരുള്ള ഒരു വാർഡാണെങ്കിൽ ആ വാർഡിലെ എല്ലാ മണ്ഡലങ്ങളിലും കറങ്ങി ഈ കൃത്യമായ ഒരു റാൻഡം നമ്പർ അനുസരിച്ചിട്ട് പോയി വേണം അയാൾ ഡേറ്റ കളക്ട് ചെയ്യാൻ. അന്നേരം ഒരിടത്ത് പോയിട്ട് തൊട്ടടുത്ത പേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് അതേ ഉത്തരം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഈ കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായ ഒരു പോപ്പുലേഷൻ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മുടെ സാമ്പിളിൽ കിട്ടും. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വോട്ടർമാരുടെ വോട്ടിൻ്റെ ഈ ഡേറ്റയുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിന് വോട്ടേഴ്സ് ലിസ്റ്റ് ഉപയോഗിക്കാം,
അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പഞ്ചായത്തിലെ എൻറോൾമെൻറ്റ് റേഷൻ കാർഡിൻ്റെ നമ്പർ ഉപയോഗിക്കാം. ഞങ്ങൾ സാറിന് ഉപയോഗിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാര്യം ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ വോട്ടർമാരായതുകൊണ്ട് മറ്റുള്ള രേഖകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമാവാറില്ല. പിന്നെ അപൂർവ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഈ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കൊടുക്കുന്ന വീട്ടു നമ്പറുകൾ ഉപയോഗിക്കും. വീട്ടു നമ്പർ 401, 402 അങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ട് ഇത്രാമത്തെ വീട്ടിൽ കയറിയിട്ട് അടുത്ത വീട് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പർ കൊടുക്കും. ഈ 2 മെത്തേഡാണ് ഞങ്ങൾ സാറിന് സാമ്പിൾ സെലക്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഡേറ്റ കേരളത്തിലെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് മിക്കവാറും നമ്മൾ ഈ സർവേ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സിങ് പാറ്റേൺ ഉണ്ടാവും. സിങ് പാറ്റേൺ ഏത് സ്ഥലത്തേക്കാണ് ചായ്വെന്നറിയാം. പക്ഷേ എന്ന് കരുതി നമുക്ക് പ്രവചനം പൂർണ്ണമായിട്ടും നമുക്ക് പ്രവചിക്കാൻ ആ സിങ് മാത്രം വെച്ചുകൊണ്ട് കഴിയില്ല. അപ്പോഴാണ് നമ്മൾ വേറൊരു ഘടകം നമ്മളെ സഹായിക്കും. അതായത് പ്രതിപക്ഷ ഐക്യ സൂചിക എന്നൊരു ഘടകമുണ്ട്. അതായത് ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി പിടിക്കുന്ന വോട്ടും ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള വോട്ടും തമ്മിൽ ഹരിക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ 1 ആണെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി മാക്സിമം ആണെന്നാണ് കാണിക്കുന്നത്. അത് നേരെ മറിച്ച് അത് 1ൻ്റെ ഫ്രാക്ഷനാണ്, 1ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി ഡിവൈഡഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എതിർക്കുന്ന ആൾ ഒറ്റ കക്ഷിയാണെങ്കിൽ ഉള്ളത് 1 ആണ്. അതായത് അവർ വോട്ട് ഭിന്നിച്ച് പോവില്ല. എതിരാളികൾ തമ്മിൽ നേരിട്ടാണ് ഏറ്റുമുട്ടുന്നത്. നേരെ മറിച്ച് 1ലധികം എതിരാളികളുണ്ടെങ്കിൽ ഈ എതിരാളികളുടെ വോട്ട് ഭിന്നിച്ച് പോകും. ഒപ്പോസിഷൻ യൂണിറ്റി വീക്കായിരിക്കും. അന്നേരം ഒപ്പോസിഷൻ യൂണിറ്റി വീക്കാണെന്നുണ്ടെങ്കിൽ എതിരാളി 50% വോട്ട് മേടിക്കണമെന്നില്ല അയാൾക്ക് ജയിക്കാൻ. അതായത് മൊത്തം നമ്മൾ ഒരു 100 വോട്ടുണ്ടെങ്കിൽ 33 വോട്ട് വീതമാണ് എല്ലാവരും വാങ്ങുന്നതെന്നിരിക്കട്ടെ. അന്നേരം ആർക്കും വിജയ സാധ്യതയില്ല. നേരെ ഒരു സ്ഥാനാർത്ഥി 40 വോട്ട് വാങ്ങുന്നു, ബാക്കിയുള്ളവർക്ക് 30 വീതം കിട്ടുന്നു. അന്നേരം മറ്റൊരാൾ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ 30 വീതം വോട്ട് കിട്ടുന്ന 2 എതിർ സ്ഥാനാർത്ഥികളും കൂടെ തീരുമാനിക്കുകയാണ് മറ്റൊരാളെ തോൽപ്പിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ തീരുമാനിക്കണമെന്നില്ല. ഇയാളുടെ ഈ 30 വോട്ട് കിട്ടിയ ആളുടെ ഒരു 10% വോട്ട് മറുവശത്തേക്ക് മറിയുകയാണെങ്കിൽ 50% വോട്ടായി കഴിയും. അന്നേരം അയാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് 40 വോട്ട് കിട്ടി ആളെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഈ അത് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് ഇൻഡെക്സ് ഓഫ് ഒപ്പോസിറ്റ് ആണ്. അന്നേരം സിങ് വോട്ടിനെ നമ്മൾ വെച്ചിട്ട് ആർക്കാണ് അനുകൂലമായ ഘടകമെന്ന് കണ്ടുപിടിക്കുന്നു, എങ്ങോട്ടാണ് വോട്ട് ചായ്തെന്ന് കണ്ടുപിടിക്കുന്നു, എങ്ങോട്ടാണ് അടിയൊഴുക്കെന്ന് കണ്ടുപിടിക്കുന്നു. ഈ 2ഉം കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്നത്. ഇത് കൃത്യമായി 2ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് 100% കൃത്യമായിട്ട് പ്രവചിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. KSFE-യിലെ എൻ്റെ സേവനം 2014 നവംബറിൽ അവസാനിച്ചു. അതിനുശേഷം പത്രപ്രവർത്തനത്തിലുള്ള ആഗ്രഹം മനസ്സിലിരിക്കുന്നത് കൊണ്ടും സുഹൃത്തുക്കളിൽ ബഹുഭൂരിപക്ഷം പേരും പത്രപ്രവർത്തന രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ടും ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് ഞാനൊരു EduPress എന്നുള്ളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ മാധ്യമവും ഒരു ഓൺലൈൻ വീഡിയോ പ്രോഗ്രാമും ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അത് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് EduPressൻ്റെ പേരിൽ തന്നെ ഒരു റിസർച്ച് ജേണലിൻ്റെ ടൈപ്പിൽ 2 ജേണലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. EduPress എന്ന് പറഞ്ഞ പേര് തന്നെയാണ്, അത് അക്കാഡമിക്കായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു 5-6 ലക്കങ്ങൾ ഇറങ്ങി. പിന്നെ അതിന് ശേഷം അതിൻ്റെയും പ്രവർത്തനം നിലച്ചു പോയി. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ KSFE-യിൽ ഞാൻ ജോയിൻ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു ജീവനക്കാരുടെ ഒരു സാംസ്കാരിക മാസിക എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കൂടെ മിക്ക ജീവനക്കാരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെസ്ക എന്ന് പറഞ്ഞൊരു മാഗസിൻ ആരംഭിച്ചു. അത് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എല്ലാ മാസവും കൃത്യമായി ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നീടത് എൻ്റെ പീരിയോഡിസിറ്റി കുറഞ്ഞു വന്ന് ഇപ്പം ദുർബലമായി നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ എൻ്റെ സർവീസ് കാലത്തിൽ ഏതാണ്ടൊരു 6-7 വർഷം അത് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് മാധ്യമ പ്രവർത്തനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദൂരദർശൻ ഏതാണ്ടൊരു 2-3 വർഷത്തോളം അതിൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിൻ്റെ
കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയും എ ആറിലെ തെരഞ്ഞെടുപ്പ് പീരീഡിൽ പല സമയത്തും വിശകലനത്തിനും എൻ്റെ പിന്നെ കമൻറ്റേറ്ററായിട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മാധ്യമ ചരിത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കൈയെഴുത്ത് മാസികകളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഞങ്ങൾ ചുമരെഴുത്തെന്ന് പറഞ്ഞൊരു കൈയെഴുത്ത് പ്രസിദ്ധീകരിച്ചു. അന്ന് കുരുക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ RSSൻ്റെ ഒരു പ്രസിദ്ധീകരണം കല്ലച്ചിലൊക്കെ അച്ചടിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കിട്ടുമായിരുന്നു. ഞാനും അന്ന് ഒരു മിത്രൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, പിന്നെ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വേറെ സുഹൃത്ത്, ഞങ്ങൾ 3-4 പേര് ചേർന്നിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും എടുത്ത് ചുമരെഴുത്തെന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഞങ്ങൾ തയ്യാറാക്കി. അത് ഒരു ഫുൾ സ്കാപ്പ് പേജിൽ അല്ലെങ്കിൽ ഒരു ബോണ്ട് പേപ്പറിനകത്ത് ഞങ്ങളിത് എഴുതിയിട്ട് രാത്രിയിൽ പോയി റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലത്ത് പിന്നെ ബസ് സ്റ്റേഷൻ്റെ അവിടെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ കൊണ്ടുവന്നൊരു കൂടിപ്പോയ ഒരു 5 കോപ്പി അല്ലെങ്കിൽ ഒരു 10 കോപ്പി കൂടുതലൊന്നും എഴുതാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ കാർബൺ കോപ്പി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഈ നമ്മുടെ ഫാക്സും മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല അടിയന്തരാവസ്ഥ കാലത്ത്. അത് ഞങ്ങളിത് എഴുതി തയ്യാറാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് എഴുതി തയ്യാറാക്കുന്ന തന്നെ വലിയൊരു ശ്രമകരമായ പണിയാണ്. ഈ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൻ്റെ മധ്യഭാഗത്ത് ഞങ്ങൾ ഇന്ന് കുത്തിയിരുന്ന ഒരു 3-4 പേര് 2 ചെസ് ബോർഡുമായിട്ട് കുത്തിയിരിക്കും. അവർ കളിക്കും, ബാക്കിയുള്ളവർ കളി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള മട്ടിൽ ഇത് വായിച്ച് ഇങ്ങനെ പകർത്തി എഴുതി ഈ രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്ന് പതുങ്ങിപ്പോയി അവിടെ ഇവിടെ കൊട്ടിച്ചിട്ട് തിരിച്ചു പോരും. പക്ഷേ പോലീസിനെ ഒരിക്കൽ പോലും ഞങ്ങളെ പിടിക്കാനോ, അന്ന് ഇത് കണ്ട് ഒരു കൂടിപ്പോയ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പോലീസിനെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നശിപ്പിച്ച് കളയുമായിരുന്നു. അങ്ങനെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഞങ്ങളുടെ സാഹസമായി നടത്തിയിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ 1-2 ഈ മാസികയുടെ ടൈപ്പിൽ കൈയെഴുത്ത് പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഞാനും എൻ്റെ സഹപാഠികളും ഈ കോളേജ് ഡിഗ്രി തലത്തിലും ഇങ്ങനെ 2-3 പ്രസിദ്ധീകരണങ്ങൾ, അത് വളരെ കോളേജ് മൊത്തത്തിലും അത് വളരെ പ്രശസ്തമായ തരത്തിലുള്ളൊരു സറ്റയറിക്കൽ മാഗസിനായിട്ട് അത് പബ്ലിഷ് ചെയ്തിരുന്നു. അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റ്, അന്ന് ഈ കേരളമുദിയിലെ പി സുജാതൻ ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. പി സുജാതൻ, വൈ.എ. റഹീം, അങ്ങനെയുള്ള പല സുഹൃത്തുക്കളും അന്ന് അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സായിരുന്നു. അത് രസകരമായ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ എൻ്റെ നാട്ടുകാരിയും എൻ്റെ ബന്ധുവുമായിരുന്ന കുഞ്ഞമ്മയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞങ്ങൾ കാര്യവട്ടത്ത് എൻ്റെ ജൂനിയറായിട്ടായിരുന്നു കുഞ്ഞമ്മ പഠിച്ചത്. 1985 എൻ്റെ മാധ്യമ പഠന ഡിഗ്രി അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സിന് ചേർന്നിരുന്നു. ആ സമയത്താണ് കുഞ്ഞമ്മ അവിടെ പിന്നെ MA ലിംഗ്വിസ്റ്റിക്സ് പഠിക്കാൻ വന്നത്. അതിനുശേഷം 2 പേരുടെയും പഠനം കഴിഞ്ഞു. കുഞ്ഞമ്മ അവിടെ റിസർച്ചിന് ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞമ്മ അവിടെ കാര്യവട്ടത്ത് തന്നെ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയായിട്ട് നിയമിതയായി. കുഞ്ഞമ്മ അവിടുത്തെ ഒരു 10 വർഷത്തോളം അവിടെ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയും അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിച്ച് സമീപകാലത്താണ് സേവനത്തിൽ നിന്ന് വിരമിച്ചത്. അവരിപ്പോഴും അവിടെ ദ്രവിഡിയൻ ലിംഗ്വിസ്റ്റിക്സ് അസോസിയേഷൻ്റെ ഒരു അത്യാവശ്യം നന്നായിട്ട് നടക്കുന്നൊരു ഗവേഷണ സ്ഥാപനമാണ്. അതിൻ്റെ അവിടുത്തെ പിന്നെ തുമ്പയിലുള്ള ആ ഗവേഷണ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഡയറക്ടറുമാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരാൾ അമ്പു ജോർജ് കുട്ടി, കേന്ദ്രീയ സർവകലാശാല ഹൈദരാബാദിൽ കമ്മ്യൂണിക്കേഷനിൽ അയാൾ PhD ചെയ്യുവാണ്. PhDയുടെ അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹം ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് മാധ്യമ പഠനത്തിൽ PG എടുക്കുകയും അവിടുന്ന് തന്നെ ഹ്യൂമാനിറ്റീക്സിൽ ഡിഗ്രി എടുക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ പുത്രനും ഇതുപോലെ ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ, ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഡിഗ്രിയും PGയും ഗണിതശാസ്ത്രത്തിൽ എടുക്കുകയും അവിടെ നിന്ന് അദ്ദേഹം ഹെഡ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മറ്റൊരു 2ാമത്തെ PG എടുക്കുകയും അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്ത തലത്തിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞു.
ഇപ്പോഴയാൾക്ക് നെതർലാൻഡ്സിലെ ഇന്തോൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫെലോഷിപ്പ് കിട്ടി. അവിടെ ഗവേഷണവും അധ്യാപന രീതിയിലുള്ള പരിശീലനവും നേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുഞ്ഞേലി നിരക്ഷരയായിരുന്നു. വളരെ സമ്പന്നമായ കുടുംബത്തിലായിരുന്നെങ്കിലും അവർക്ക് വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ കഴിഞ്ഞില്ല. കാര്യം ഇളയ കുട്ടികൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരെ പഠിപ്പിക്കാനും അവരെ നോക്കാനുമായിട്ട് അമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അമ്മയെ ഞങ്ങൾ പഠിച്ചതിന് ശേഷം അമ്മയെ സാക്ഷരതയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ സഹായിച്ച അമ്മ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒപ്പിടാനൊക്കെ പഠിച്ചിരുന്നു. പിതാവ് സൈന്യസേവനത്തിൽ കുറേ നാൾ ജോലി ചെയ്തു. നാട്ടിൽ വന്ന് കർഷകനായിട്ടാണ് കുറേ നാൾ ജീവിക്കുകയും അത് ചെയ്തത്. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിലും INA-യിലും വരെ അദ്ദേഹം പട്ടാള സേവന കാലത്തിൽ പങ്കെടുത്തിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ വളരെ എൻ്റെ ബാല്യവും ഞങ്ങളുടെ സഹോദരങ്ങളുടെ ബാല്യവും ഒക്കെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലെ ബാല്യകാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്.